ഡെയിലി മോർണിംഗ് ഫോർ ഓൺലൈൻ സെഷൻ ഫോർ സെൽഫ് അപ്ഡേറ്റിങ്ങിനുള്ള സ്ഥിരമായി നടക്കുന്ന ഈ പ്രോഗ്രാമിൽ 967 പ്രോഗ്രാമിലേക്ക് എന്നെ വിളിച്ചാൽ ആദ്യമായി എനിക്ക് സന്തോഷം പ്രകടിപ്പിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസമാണ് ബുജീവ് സാർ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ വേറൊരു വിഷയമാണ് ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളുണ്ടായി നമുക്ക് കേരളത്തിലുണ്ടായ ഈ പ്രകൃതി ദുരന്തത്തോടനുബന്ധിച്ച് ഇതുമായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാമെന്ന് വിചാരിക്കുകയായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പവർ പോയിന്റ് പ്രസന്റേഷൻ കാണിച്ചിരുന്നു. പ്രാവശ്യം ഇതില്ല, അത്യാവശ്യം ടോക്ക് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇതുമായിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. അതാണ് ചെയ്യുന്നത്. കൂടുതൽ കാര്യങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്, എന്നാലും കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്തുകൊണ്ട് നമുക്ക് നടക്കാം. എല്ലായിടത്തും നല്ല മഴയായിരുന്നല്ലോ അല്ലേ? ഇതിൽ കൂടുതലും മലബാർ സൈഡിലുള്ള ആൾക്കാരാണോ ഉള്ളത്? തൃശ്ശൂർ മുതൽ വടക്കോട്ടുള്ള ആൾക്കാരാണോ? തെക്ക് ഭാഗത്തെല്ലാം അങ്ങോട്ടുണ്ട്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ആളുകളുണ്ട്. ഏകദേശം തിരുവനന്തപുരം, കൊല്ലം ജില്ലകൾ ഒഴികെയുള്ള ജില്ലകളിലെല്ലാം നന്നായിട്ട് ഈ ഹെവി റെയിന്, വെള്ളപ്പൊക്കമൊക്കെ നന്നായിട്ട് ബാധിച്ചിരുന്നു. എൻ്റെ വീട് തൊടുപുഴയാണ്. തൊടുപുഴയ്ക്കടുത്ത് പാലായിലും പിന്നെ കോട്ടയം ജില്ലയിലെ മറ്റു പ്രദേശങ്ങളിലും പത്തനംതിട്ട ജില്ലയിലുമാണ് ഏറ്റവും കൂടുതൽ ഇപ്രാവശ്യം ഈ വെള്ളപ്പൊക്കം ബാധിച്ചിരിക്കുന്നത്. ഇപ്പോഴും അപ്പുറം കുട്ടനാട് പ്രദേശങ്ങളിൽ വെള്ളം ഇറങ്ങിയിട്ടില്ല. അവിടെയുള്ളവരിപ്പം ഒത്തിരി പേര് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ തങ്ങുകയാണ്. അവരുടെ ജീവിതം വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ഇന്നലെ ഞങ്ങളുടെ പ്രദേശത്തൊക്കെ അത്യാവശ്യം മഴയില്ലായിരുന്നു. പക്ഷെ ഇന്ന് രാവിലെ മഴയ്ക്കുള്ളൊരു ചുറ്റുവട്ടം കൂടി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. എല്ലാവരും വെള്ളപ്പൊക്ക ദുരിത ആയിട്ടുള്ള അവസ്ഥയിൽ നിന്ന് കരകയറുന്നു എന്നുള്ള വിശ്വാസം നമുക്ക് തുടങ്ങാം. ദൈവത്തിന്റെ സ്വന്തം നാടാണല്ലോ നമ്മുടെ കേരളം. ലോകത്തിലെ ഏറ്റവും നല്ല ഭൂപ്രകൃതിയും ഏറ്റവും നല്ല കാലാവസ്ഥയും ഏറ്റവും നല്ല ജലലഭ്യതയും എയർ കണ്ടീഷൻഡ് കാലാവസ്ഥയും നല്ല കൃഷിയും പ്രകൃതി വിഭവങ്ങളും ഒക്കെയുള്ള ഈ നല്ല ജീവിത സാഹചര്യങ്ങളുമുള്ള ഈ കേരളത്തില് 2000-ന് ശേഷം കേരളത്തിൽ നിരവധിയായ പ്രകൃതി ദുരന്തങ്ങൾ നമ്മളെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ 2000 ഡിസംബർ 2001 ജനുവരിയോട് കൂടി തിരുവനന്തപുരം ജില്ലയിലെ അമ്പൂരിയില് ഉണ്ടായ ഉരുൾപൊട്ടൽ 38 പേർ മരിച്ചു. അതോടൊപ്പം 2000 ഡിസംബർ ജനുവരി കാലഘട്ടത്തില് നമുക്കിവിടെ ചെറുതായ രീതിയിൽ എർത്ത് ഉണ്ടായി. ഇപ്പൊ ഞാൻ ആ ജോലി ചെയ്തിരുന്ന സ്ഥലത്തൊക്കെ ആണ് എൻ്റെ ഏറ്റവും പ്രഭവ കേന്ദ്രമായിരുന്നത്. പിന്നെ 2004 നമുക്ക് സുനാമി ഉണ്ടായി. ഡിസംബർ 26-ാം തീയതി 171 പേര് മരിച്ചു. 6000-ഓളം പേർക്ക് ഭവനരഹിതരാകുന്ന ഒരവസ്ഥയുണ്ടായി. പിന്നീട് പ്രധാനമായി ഉണ്ടായത് 2017-ലെ ഓഹി ദുരന്തം, ചുഴലിക്കാറ്റാണ്. അതിൻ്റെ അകത്ത് 75 പേരോളം മരിച്ചു, 100 പേരെ കാണാതായി. കൂടുതലും മത്സ്യത്തൊഴിലാളികളായിരുന്നു. 2018-ലെ മഹാപ്രളയത്തെ കുറിച്ച് നമുക്കറിയാലോ. അത് പല കണക്കുകളാണ് പറയുന്നത്. 300 പേര് മരിച്ചു എന്ന് ഔദ്യോഗിക കണക്കും 481 പേര് മരിച്ചു എന്നുള്ള അനൌദ്യോഗിക കണക്കുകളും ഉണ്ട്. ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ഭവനരഹിതരാകുകയും ചെയ്തു. പിന്നീട് 2019 വെള്ളപ്പൊക്കത്തിലും അതിലും ഉരുൾപൊട്ടലിലും പിന്നെ കവളപ്പാറ, പുത്തുമല തുടങ്ങിയ സ്ഥലങ്ങളിലുണ്ടായ പ്രശ്നങ്ങൾ നമുക്ക് അറിയാം. അതിൻ്റെ അത് 100 പേരോളം മരിച്ചു എന്നാണ് പറയപ്പെടുന്നത്. പിന്നീട് 2020 ഇടുക്കി പെട്ടിമുടി ഉരുൾപൊട്ടലുണ്ടായി. അതിനകത്ത് 70 പേരോളം മരിച്ചു. ഞാൻ വനംവകുപ്പിലാർന്ന് ജോലി ചെയ്യുന്ന അറിയാലോ. ആ കാലഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്ന പെട്ടിമുടിയിൽ ഉണ്ടായിരുന്ന കുറെ അധികം ആൾക്കാർ എനിക്ക് പരിചയമുള്ളവരുണ്ടായിരുന്നു. കുറെ മാച്ചന്മാരുണ്ടായിരുന്നു. അവരൊക്കെ മരണമടഞ്ഞു ആ ദുരന്തത്തില്. കൂടാതെ അതിനോട് ചേർന്ന് അനുബന്ധമായി പല സ്ഥലങ്ങളിലും അന്ന് ഉരുൾപൊട്ടലുകളൊക്കെ ഉണ്ടായി. പിന്നെ 2022 ഇടുക്കി ജില്ലയിൽ കുടയത്തൂർ എന്ന ഗ്രാമത്തിൽ ഒരു കുടുംബം മൊത്തത്തോടെ കൂടി ഉരുൾപൊട്ടലിൽ നിര്യാതരായി. പിന്നെ 2024 വയനാട്ടിലെ കാര്യം നമുക്കറിയാലോ. മുണ്ടകൈ, ചൂരൽമല തുടങ്ങിയ സ്ഥലങ്ങളിൽ വലിയ ഉരുൾപൊട്ടലുണ്ടായി. ഏതാണ്ട് 400 പേരോളം മരിച്ചു എന്നാണ് കണക്ക്. പിന്നീട് ഇതിപ്പോ 2026, ഇതിപ്പോ തുടർച്ചയായി എല്ലാ വർഷങ്ങളും 2000-ന് ശേഷം നമുക്ക് പ്രകൃതി ദുരന്തങ്ങൾ. പിന്നീട് 2018 കൂടി തുടർച്ചയായി എല്ലാ വർഷവും ഓരോ മഴക്കാലത്തും എന്തെങ്കിലും ഉരുൾപൊട്ടലോ വെള്ളപ്പൊക്കമോ ഒക്കെ ഉണ്ടാകുന്ന ഒരു അവസ്ഥയിൽ നമ്മുടെ ദൈവത്തിന്റെ സ്വന്തം നാട് ആ ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. അതിനൊപ്പം തന്നെ വേനലില് കഠിനമായ ജലക്ഷാമം, ചൂട്, കുടിവെള്ളത്തിന് ബുദ്ധിമുട്ട്, ആ
കൂടിയ വർഷങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എനിക്ക് 2026 വലിയ തോതിൽ ചൂട് കൂടി നമുക്കറിയാം. ഇനിയുള്ള വർഷങ്ങളിലും ഈ ചൂടിന്റെ ശതമാനം ഇരിക്കും. അപ്പൊ നമുക്ക് ദൈവത്തിന്റെ സ്വന്തം നാടെന്ന നിലയിൽ എപ്പോഴും നമുക്ക് പണ്ട് പ്രകൃതി ദുരന്തങ്ങൾ ഇല്ലാത്ത ഒരു സംസ്ഥാനമായിരുന്നു കേരളം. ലോകത്തിൽ തന്നെ ഏറ്റവും സുന്ദരമായ കാലാവസ്ഥയുള്ളതുമായിരുന്നു. 2000-ന് ശേഷം നിരവധിയായ ദുരന്തങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കുകയാണ്. അപ്പൊ അതിനനുസരിച്ചുള്ളൊരു മാറ്റവും നമ്മൾ വരുത്തണം. അതോടൊപ്പം പ്രകൃതിയെ നമ്മൾ പരിപാലിക്കേണ്ട അവസ്ഥ എല്ലാവരിലേക്കും ആ ചിന്ത കടന്നു വരേണ്ടതാണ്. ഇപ്പൊ നമുക്ക് ഈ 2000-ന് ശേഷം ഏറ്റവും കൂടുതൽ ഉരുൾപൊട്ടലുകൾ ഉണ്ടായ ഒരു സംസ്ഥാനം ഇന്ത്യയിലുള്ള ഏറ്റവും കൂടുതൽ, ബാക്കിയുള്ളത് വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ഏറ്റവും കൂടുതൽ ഉരുൾപൊട്ടലുകൾ ഉണ്ടായിട്ടുള്ള ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണ്. ഏതാണ്ട് 2100-ഓളം ചെറുതും വലുതുമായ ഉരുൾപൊട്ടലുകൾ കേരളത്തിൽ ബാധിച്ചിട്ടുണ്ട്. 1950-ന് മുമ്പ് പ്രകൃതിപരമായ കാരണങ്ങളാൽ മൂലമാണ് വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലും ഒക്കെ ഉണ്ടായതെങ്കിൽ 1950-ന് ശേഷം, അതായത് ജനസംഖ്യ വർദ്ധിച്ചതോടുകൂടി ജനങ്ങൾ പല ഭാഗങ്ങളിലേക്കും വനത്തോടും അതുപോലെ ഹൈറേഞ്ചിലേക്ക് കുടിയേറിയതിന്റെ ഭാഗമായിട്ടും മനുഷ്യനിർമ്മിതമായ ഘടകങ്ങൾ മൂലവും കൂടുതലും വനനശീകരണം, മലഞ്ചെരുവുകളിലെ നിർമ്മാണങ്ങൾ, ഭൂവിനിയോഗം ഒക്കെ കാരണമായി നിരവധിയായ ദുരന്തങ്ങൾ നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പശ്ചിമഘട്ടത്തെക്കുറിച്ച് നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. തപ്തി നദി മുതൽ കന്യാകുമാരി വരെ നീണ്ടു കിടക്കുന്ന 1630-ഓളം കിലോമീറ്റർ നീളത്തിലുള്ള ലോകത്തിൽ തന്നെ ഏറ്റവും ജൈവസമ്പന്നമായ പ്രധാനപ്പെട്ട 36 ഹോട്ട്സ്പോട്ടുകളിൽ ഒന്നാണിത്. അതിൽ ഉഷ്ണമേഖലാ പ്രദേശത്തുള്ള 8 ഹോട്ട്സ്പോട്ടുകളിൽ ഒന്നാണ് നമ്മുടെ പശ്ചിമഘട്ടം. അപ്പൊ ഈ പശ്ചിമഘട്ടത്തിന്റെ പടിഞ്ഞാറായി കിടക്കുന്ന ഏതാണ്ട് 550-60 കിലോമീറ്റർ നീളത്തിലും 11 മുതൽ 124 വരെ കിലോമീറ്റർ വീതിയിലും കിടക്കുന്ന ഈ കേരളം, കാസർഗോഡാണ് ഏറ്റവും വീതി കുറവ് വരുന്നത്. കൂടുതൽ ഇടുക്കി, എറണാകുളം ജില്ല ഉൾപ്പെടുന്ന മേഖലയിലാണ്. നമുക്കറിയാം 41 നദികളുണ്ട്. 41 നദികൾ പടിഞ്ഞാറോട്ടും 3 നദികൾ കിഴക്കോട്ടും ഒഴുകുന്നുണ്ട്. അത് 15 കിലോമീറ്റർ മുകളിലേക്കുള്ള പുഴകളാണ് നദികൾ എന്ന രീതിയിൽ നമ്മൾ കണക്കാക്കിയിട്ടുള്ളത്. അങ്ങനെയാണ് നമ്മൾ ഈ 44 നദികൾ എന്ന കണക്ക് വരുന്നത്. അതിനകത്ത് പല നദികളുടെയും നീളം 50 കിലോമീറ്റർ കുറവാണെന്ന് പറഞ്ഞു. നദികൾ എന്ന് നമ്മളിങ്ങനെ സൗകര്യപൂർവ്വം വിളിച്ചാൽ മറ്റു രാജ്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഇത് നദികളൊന്നും അല്ല, വെറും നീർച്ചാലുകളാണ്. മഞ്ചേശ്വരം പുഴ നമുക്കറിയാം 16 കിലോമീറ്റർ മാത്രമേ നീളമുള്ളൂ. അതേസമയം പെരിയാർ 244 കിലോമീറ്റർ ഉണ്ട്, ഭാരതപ്പുഴയ്ക്ക് 209, പമ്പയ്ക്ക് 176, ചാലിയാർ 169, പിന്നെ എല്ലാം 180 കിലോമീറ്റർ കുറവുള്ളതാണ്. അതിൽ തന്നെ 33 നദികളും 50 കിലോമീറ്റർ താഴെ നീളമുള്ളവയാണ്. കുത്തനെയുള്ള ചെരിവുള്ള ഭൂപ്രകൃതിയാണ് നമുക്കറിയാം. ഈ കേരളത്തിലെ ഭൂമിയില് മണ്ണടിൽ എല്ലാ ഭാഗത്തും തന്നെ പാറയാണ്, പാറ നിറഞ്ഞത്. പാറയുടെ മുകളിൽ ഉള്ള മണ്ണ് കാലാകാലങ്ങൾ ഉണ്ടായി മണ്ണായി മാറിയ ഭാഗമാണിത്. അത് ചിലയിടത്ത് 10 സെന്റിമീറ്റർ വരുള്ളൂ, അത് 1 മീറ്റർ വരും, കൂടി വന്ന് 20 മീറ്റർ 30 മീറ്റർ വരെയൊക്കെ ഈ മണ്ണിന്റെ ആഴം ഉള്ളൂ കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ. അതിന്റെ ചെരുവാണെന്ന് നമുക്കറിയാം, കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടുള്ള ചെരുവാണെന്നും നമുക്കറിയാം. കുത്തനെയുള്ള ഈ ഭൂപ്രകൃതിയെ നമ്മൾ മലനാട്, ഇടനാട്, തീരപ്രദേശം എന്ന് വിളിക്കുന്നു. പക്ഷെ ഞാൻ നാലാമതൊന്നുകൂടിയാണ് എൻ്റെ ഒരു കണക്കൂട്ടിൽ വരുന്നത്. ഒന്ന് മലനാടും ഇടനാടിനിടയ്ക്കായിട്ട് കിടക്കുന്ന പ്രദേശം, അതായത് കുത്തനെ ചെരുവുള്ള പ്രദേശങ്ങൾ, മലഞ്ചെരുവുകളെ നമ്മൾ കൂട്ടി 4മതൊരു ഭൂപ്രകൃതി പ്രദേശമായിട്ട് നമ്മൾ കണക്കാക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഏറ്റവും കൂടുതൽ ലാൻഡ് സ്ലിപ്പുകളൊക്കെ ഉണ്ടാകുന്ന പ്രദേശം, സോയിൽ പൈപ്പിംഗ് ഒക്കെ ഉണ്ടാകുന്ന ഈ മലഞ്ചെരുവുകളാണ്. എപ്പോഴും ഈ ദുരന്തങ്ങളും ഉരുൾപൊട്ടലുകളും ബാധിക്കുന്ന ഈ മലഞ്ചെരുവുകളാണ്. അപ്പൊ മലമുകളിൽ ഇരിക്കുന്ന ഹൈ റേഞ്ച് എന്ന് പറയുന്ന സ്ഥലത്തേക്കാളും കൂടുതൽ അപകടകരമായ സ്ഥലം മലനാടും ഇടനാടുകളെ യോജിക്കുന്ന ഭാഗത്തെ ആ ചെരുവുകളുണ്ടല്ലോ, ആ ചെരുവുകളിലാണ് എപ്പോഴും പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്ന, ഉരുൾപൊട്ടൽ തുടങ്ങിയ കാര്യങ്ങൾ ഉണ്ടാകുന്നത്. അതേസമയം വെള്ളപ്പൊക്കം കാര്യങ്ങളെല്ലാം ഉണ്ടാകുന്നത് ഇവിടെ നിന്ന് വരുന്ന ജലം എത്തിച്ചേരുന്ന
താഴ്ന്ന പ്രദേശങ്ങളിൽ, ഇടനാട്ടിലെ മിക്കവാറും ഭാഗങ്ങളിലും തീരപ്രദേശത്തുമാണ് വായു. തീരപ്രദേശത്ത് രണ്ട് വിഷയമുണ്ട്. മഴക്കാലത്ത് തിരമാലകൾ, ഇങ്ങനെ വേലിയേറ്റം തിരമാലകൾ അടിച്ചു കയറുന്ന പ്രശ്നങ്ങൾ മൂലം രണ്ട് രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം, കേരളത്തിലെ പല പ്രദേശങ്ങളും, പല പ്രദേശങ്ങളും 1 മീറ്ററോളം മാത്രം കായലും കടലുമായിട്ട് മാത്രം ഉയരം വ്യത്യാസമുള്ള സ്ഥലങ്ങളാണ്. കുട്ടനാടൊക്കെ ആണെങ്കിൽ നമുക്കറിയാം, കുട്ടനാട്ടുകാർ ഈ കൂടുതലുണ്ടെന്ന് അറിയില്ല, ബണ്ടുകൾ കെട്ടി കടലിനേക്കാളും താഴെയുള്ള സ്ഥലത്ത് കൃഷി ചെയ്യുന്ന പ്രദേശമാണല്ലോ. ഇപ്പം 2010 ശേഷം നമ്മുടെ നാട്ടിലെ മഴയുടെ സ്വഭാവത്തിൽ പ്രകടമായ മാറ്റം ഉണ്ടായിട്ടുണ്ട്. കുറഞ്ഞ സമയത്തിനുള്ളിൽ അതിതീവ്ര മഴ, പിന്നെ ഈ കുറെ ദിവസം നമ്മൾ പെട്ടെന്ന് നന്നായിട്ട് മഴ പെയ്യുന്നു, പിന്നെ കുറെ ദിവസത്തേക്ക് വെയില്. പിന്നെ ആ വെയിലിന് ഭയങ്കര ചൂടാണ്. സുനാമിക്ക് ശേഷവും 2018 വെള്ളപ്പൊക്കത്തിന് ശേഷവും കേരളത്തിലെ പരിസ്ഥിതി, മണ്ണിന് ഒക്കെ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതിതീവ്ര മഴയുടെ കണക്ക് നമുക്കറിയാം, 11.6 അല്ലെങ്കിൽ 12 സെന്റിമീറ്ററിൽ കൂടുതൽ ഒരു സമയം 12 മണിക്കൂറിനുള്ളിൽ 24 മണിക്കൂറിനുള്ളിൽ ഒരു പ്രദേശത്ത് പെയ്യുന്നതാണ് നമ്മൾ കണക്കൂട്ടുന്നത്. പിന്നെ തീവ്രമഴ ആണെങ്കിൽ 6.5 മുതൽ 11.5 സെന്റിമീറ്റർ വരെയാണ് കണക്കൂട്ടുന്നത്. ഇപ്പോൾ അതിതീവ്ര മഴ പെയ്യുന്ന പല പ്രദേശങ്ങളിൽ ഇപ്രാവശ്യം 200-ന് മുകളിലാണ് 24 മണിക്കൂറിനുള്ളിൽ മഴ പെയ്യുന്നത് അറിയാം. എന്റെ പ്രദേശം തൊടുപുഴയാണ്. തൊടുപുഴയിലും ഏതാണ്ട് 234 മില്ലിമീറ്റർ, അതായത് 23.4 സെന്റിമീറ്റർ വരെ മഴയാണ് 24 മണിക്കൂറിൽ പെയ്തത്. പലയിടത്തും 20.5 എന്നുള്ള എക്സ്ട്രീംലി ഹൈ റെയിൻഫാൾ എന്ന പട്ടികയിൽപ്പെടുന്ന രീതിയിലാണ് ഈ പ്രാവശ്യത്തെ മഴ പെയ്തത്. മിതമായ മഴ എന്ന് പറയുന്നത് 1.5 സെന്റിമീറ്റർ മുതൽ 6.4 സെന്റിമീറ്റർ വരെയുള്ള ഒരളവാണ് കണക്കാക്കുന്നത്. അതിശക്തമായ വേനൽക്കാലത്ത് വരണ്ടു ഉണങ്ങി വീണ്ടുകിടക്കുന്ന ഭൂമിയിലേക്ക് അതിശക്തമായി മഴ പെയ്യുമ്പോൾ മണ്ണിൽ മർദ്ദം രൂപപ്പെടുകയും ജലം ഉൾക്കൊള്ളാനാവാത്ത ദുർബലമായ മണ്ണും പാറക്കൂട്ടങ്ങളുമുള്ള പ്രദേശത്തേക്ക് ഇങ്ങനെ വെള്ളം എത്തുന്നത് ഭാഗമായി അതൊരു സ്ഫോടനമായി പുറന്തള്ളുന്ന ഒരു അവസ്ഥയാണ് ഈ ഉരുൾപൊട്ടൽ. പ്രത്യേകിച്ച് കേരളത്തിന്റെ ചെരിവ് പ്രഷർ കുക്കറുകൾ പോലെ പ്രഷറായി മാറി കഴിഞ്ഞിട്ട് ഇത് പൊട്ടിത്തെറിക്കുന്ന ഒരു അവസ്ഥയാണ്. ശരിക്കും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ മലപ്രദേശങ്ങളിലല്ല, മലപ്രദേശങ്ങളിൽ പ്രശ്നം ഉണ്ടാകുന്നു. അതിന്റെ കൂടുതൽ ബാധിക്കുന്നത് മലഞ്ചെരിവുകളാണ്. ഈ കാലാവസ്ഥ മാറ്റം തന്നെയാണ് നമുക്ക് പല സമയത്തും വന്യജീവികള് നമ്മുടെ നാട്ടിൻ പുറത്തേക്ക് ഇറങ്ങി വരുന്ന ആ ഒരു അവസ്ഥ സംജാതമാകുന്നത്. ഈ കാലാവസ്ഥാ വ്യതിയാനം എന്നുള്ളത് നമ്മുടെ കേരളത്തിൽ മാത്രമല്ല, ലോകത്തെല്ലായിടത്തും ബാധിക്കുന്ന ഒരു അവസ്ഥയാണ്, നമുക്കറിയാം. അത് ഇതിന്റെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ലോകത്തിന്റെ ഗതിയെ തന്നെ മാറ്റിമറിക്കുന്ന രീതിയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ കേരളത്തില് ഇപ്പോൾ ഉണ്ടാകുന്നത്, ഇനി ഉണ്ടാകാൻ പോകുന്ന ഈ കാലാവസ്ഥ വ്യതിയാനം, അതുമായിട്ട് ബന്ധപ്പെടുന്ന പ്രശ്നങ്ങൾ അതിസങ്കീർണമായ ഒന്നാണ്. പലപ്പോഴും പലരും രാഷ്ട്രീയമൊക്കെ പറഞ്ഞ് അതിന്റെ തർക്കങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന അല്ലാതെ ഇതിന്റെ കാതലായ വിഷയങ്ങളിലേക്ക് ആരും കടന്നു പോകുന്നില്ല. പ്രവചിച്ച ദിവസമല്ല പല ദിവസവും മഴ പെയ്യുന്നു പറഞ്ഞ ദിവസങ്ങളിൽ പലപ്പോഴും മഴ പെയ്യാറില്ല. പ്രതീക്ഷിക്കുന്നതിനേക്കാളും കൂടുതൽ അതിശക്തമായ മഴ പെയ്യുന്നു. ഈ വടക്കും തെക്കും കിഴക്കും പടിഞ്ഞാറും മാത്രമല്ല ഈ രീതിയിൽ നമ്മൾ കാലാവസ്ഥ പ്രശ്നങ്ങളെ കണക്കൂട്ടേണ്ടത്. അത് ഒരു ജില്ല മൊത്തം പറഞ്ഞാൽ പോലും, ഇപ്പൊ ഞാൻ താമസിക്കുന്ന ജില്ല ഇടുക്കി ജില്ലയാണ്. ഇടുക്കിയിലെ ഏറ്റവും പടിഞ്ഞാറേ അറ്റത്താണ്. ഇവിടെ തന്നെ 5-8 തരം കാലാവസ്ഥകളാണുള്ളത്. ഞാൻ താമസിക്കുന്ന തൊടുപുഴ താലൂക്കിലും പീരുമേട് താലൂക്കിലും നല്ല രീതിയിൽ മഴ പെയ്യും. അതേസമയം ഇത്രയും മഴ പെയ്തിട്ട് പോലും ഉടുമ്പൻചോല താലൂക്കിൽ ചെറിയ തോതിലേ മഴയുണ്ടായിരുന്നുള്ളൂ. അതേസമയം ദേവികുളത്ത് ആദ്യത്തെ സെഷനിൽ മഴ വലുതായിട്ടില്ലായിരുന്നു. പിന്നീട് ഇപ്പോൾ പെയ്യുന്നത് ദേവികുളത്തും മഴയുണ്ട്. ഇടുക്കിയിലും വേറൊരു കാലാവസ്ഥ എന്ന് പറഞ്ഞ പോലെ കേരളത്തിലെ ജില്ലകൾ ശരിക്കും പറഞ്ഞ് നമ്മുടെ കാലാവസ്ഥ നിരീക്ഷണം നടത്തും, അല്ലെങ്കിൽ ഇന്ന രീതിയിൽ മഴ പെയ്യുമെന്ന് പറയാൻ പറ്റില്ല. പല ജില്ലകളും വ്യത്യസ്തമായ കാലാവസ്ഥയാണ്. ഇപ്പൊ എറണാകുളം ജില്ലയുടെ തന്നെ തീരപ്രദേശം ഇടനാടും
കുറച്ച് ഭാഗം മലനാടും വരുന്ന പ്രദേശമാണ്. വിവിധ കാലാവസ്ഥകളാണ് അവിടെ ഉള്ളത്. അതുപോലെ കേരളത്തിലെ എല്ലാ ജില്ലകളും തീരപ്രദേശം മുതൽ സഹ്യപർവ്വതം വരെ പശ്ചിമഘട്ടം വരെ നീണ്ടു കിടക്കുന്ന പല ജില്ലകളുമാണ്. നമുക്ക് അറിയാം, തൃശ്ശൂര്, മലപ്പുറമൊക്കെ ഉൾപ്പെടെ, കൊല്ലമൊക്കെ ഉൾപ്പെടെ. അപ്പൊ നമുക്ക് എല്ലായിടത്തും ഒരു ജില്ലയിൽ തന്നെ വ്യത്യസ്തമായ കാലാവസ്ഥകളാണ് അനുഭവപ്പെടുന്നത്, കാലാവസ്ഥയാണ്. അതുപോലെ റെയിൻഫാളിന്റെ രീതി അതാണ് വരുന്നത്. അപ്പോൾ ഇത് താലൂക്ക് അടിസ്ഥാനത്തിലും പഞ്ചായത്ത് അടിസ്ഥാനത്തിലും ശരിക്കും നമ്മൾ ഇത് കണക്കൂട്ടണം. ഇപ്പൊ നമുക്ക് അങ്ങനെ കണക്കൂട്ടാനുള്ള ആധുനിക രീതികളെല്ലാം ഉണ്ട്, മാർഗങ്ങളെല്ലാം നമുക്കുണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞ ഇപ്പം ഇത്രയും ശക്തമായ മഴ പെയ്തിട്ട് എറണാകുളം ജില്ല വലിയ രീതിയിൽ ബാധിക്കാത്തതിന് കാരണം ഈ പെരിയാറാണല്ലോ എറണാകുളം ജില്ല, പിന്നെ മൂവാറ്റുപുഴയാറും. ഈ പെരിയാറിൽ നമുക്കറിയാം 17 ഡാമുകളുണ്ട്. ഈ 17 ഡാമുകളിൽ ഇടുക്കി എന്ന വമ്പൻ ഡാം ഉൾപ്പെടെ മറ്റു ഡാമുകൾ ഉൾപ്പെടെ ജലം സംഭരിച്ചതിനെ തുടർന്നാണ് വറ്റി കിടക്കുമായിരുന്നു ഇവയെല്ലാം. ഞാൻ ഈയിടെ സംബന്ധിച്ചപ്പോഴും കണ്ടു, ഡാമൊക്കെ വറ്റി കിടക്കും. ഇടുക്കി ഡാം എന്നൊക്കെ പറയുന്നത് 24% ജലം ഉണ്ടായിരുന്നുള്ളൂ ഈ മഴയ്ക്ക് മുമ്പ്. അപ്പൊ ഇതെല്ലാം ഉൾക്കൊള്ളാൻ പറ്റി ഇപ്പൊ പെയ്ത മഴയുടെ വെള്ളമല്ല. അല്ലെങ്കിൽ ഈ വെള്ളം കൂടെ വന്ന് ഇപ്പൊ പറഞ്ഞ കോട്ടയം ജില്ലയ്ക്കും പത്തനംതിട്ട ജില്ലയ്ക്കും ആലപ്പുഴ ജില്ലയ്ക്കും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇപ്പൊ എറണാകുളം ജില്ലയിലൊക്കെ ഉണ്ടായേനെ. ശരിക്കും ഈ ഡാം ഒരു പരിധി വരെ ഡാമുകൾ 17 ഡാമുകളുള്ള ചെറുതും വലുതുമായ 17 ഡാമുകളിലെ എറണാകുളം ജില്ലയ്ക്ക് ഈ ഡാം ഉള്ളത് കൊണ്ട് വലിയ തോതിലുള്ള വെള്ളപ്പൊക്കം ഒഴിവായി കിട്ടും. മുല്ലപ്പെരിയാറ് മുതൽ നമ്മുടെ കോതമംഗലത്തുള്ള പൂത്താൻകെട്ട് വരെ 17 ഡാമുകളാണ് ഉള്ളത്. എറണാകുളം ജില്ലയെ കുറിച്ച് മാത്രമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പൊ നമുക്ക് മഴയും ചൂടും ഒക്കെ മാറി മാറി വരുന്ന ആ അളവിൽ വ്യത്യസ്തപ്പെട്ട് കാലങ്ങൾ വരുന്നതോടെ ഈ സംസ്ഥാനത്ത് സ്വാഭാവിക പരമ്പരാഗത കൃഷി രീതികൾ തകരുന്നു. കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഉൽപാദനക്ഷമത കുറയുന്നു. അവ പൂക്കുന്നതിനും കായ്ക്കുന്നതിനുമുള്ള ആ ഒരു കഴിവ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മരങ്ങൾക്ക് നിരവധിയായ പുതിയ പുതിയ രോഗങ്ങൾ വരുന്നു, പുതിയ കീടങ്ങൾ വരുന്നു. അപ്പം മനുഷ്യന്റെ സ്ഥിതി അത് തന്നെ. നമ്മൾ നേരത്തെ തന്നെ പലയിടത്തും ചർച്ച ചെയ്യുന്നതാണ്. മനുഷ്യന്റെ ആരോഗ്യസ്ഥിതി മോശമായി. ഓരോ വർഷവും പുതിയ പുതിയ രോഗങ്ങളിലേക്ക് നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണെന്ന് കണ്ടുപിടിക്കുന്നുള്ളൂ. ഒരു പിറ്റേ വർഷമാണ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. പുറത്തുനിന്ന് നോക്കിയാൽ എല്ലാവരും, നമ്മൾ നാട്ടിലെല്ലാവരും ആരോഗ്യവാന്മാരാണ്. പക്ഷെ നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് ഇരിക്കാൻ പോലും ഇടയില്ലെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇനിയിപ്പം നമുക്ക് ഇപ്രാവശ്യം പറഞ്ഞല്ലോ, എൽനിനോ മൂലം 150 വർഷത്തിനിടയിൽ ഏറ്റവും വലിയ വരൾച്ച നമുക്ക് വരാൻ പോകുന്നത്. അതിന്റെ ഭാഗമായിട്ട് വൈദ്യുതി ക്ഷാമം, കുടിവെള്ള ക്ഷാമം, പുതിയ പുതിയ രോഗങ്ങൾ എന്നിവ നമ്മെ ബാധിക്കാൻ പോവുകയാണ്. മണ്ണും മരങ്ങളും മൃഗങ്ങളും സസ്യങ്ങളും മത്സ്യങ്ങളും പക്ഷികളും മനുഷ്യനും എല്ലാം അനുഭവിക്കാൻ പോകുന്നത് 6ാം കൂട്ടനാശത്തെ. ഞാൻ പണ്ട് ഇതിൽ പറഞ്ഞിട്ടുള്ളതാണ്. 5 കൂട്ടനാശങ്ങൾ കൊണ്ടാണ്, 5ാമത്തെ കൂട്ടനാശത്തിലാണ് ദിനോസർ നശിച്ചുപോയി എന്ന് പറഞ്ഞ ഒരു 6ാമത്തെ കൂട്ടനാശത്തിലേക്കാണ് നമ്മൾ ഭൂമി പോകുന്നത് എന്നുള്ളൊരു സംശയമാണ് എനിക്കിപ്പോ തോന്നുന്നത്. ഇപ്പൊ തണുപ്പ് കൂടുതലുള്ള യൂറോപ്പ്, കാനഡ തുടങ്ങിയ സ്ഥലങ്ങളിൽ ചുട്ടുപൊള്ളുകയാണെന്ന് അവിടെയുള്ളവർ നമ്മൾ പറയുന്നു, അല്ലെങ്കിൽ നമ്മളുടെ പത്രമാധ്യമങ്ങളിൽ വായിച്ച് മനസ്സിലാക്കുന്നു. ഒപ്പം കാട്ടുതീ ഇവിടെ ഉണ്ടാകുന്നുണ്ട്. ഇതെല്ലാം സൗത്ത് പോളിലും നോർത്ത് പോളിലും അതുപോലെ പർവ്വതങ്ങളിലൊക്കെയുള്ള മഞ്ഞുകെട്ടുകൾ ഉരുകുന്നതിനും അത് കടലിലേക്ക് സ്വാഭാവികമായും കടലിലേക്ക് എത്തിച്ചേർന്ന് കടലിലെ ജലം ഉയരുന്നതിനുമുള്ള സാധ്യതകളുണ്ട്. അപ്പം ഓരോ വർഷവും കാടുകൾ കത്തിനശിക്കുന്നു. അതുപോലെ നമ്മുടെ പ്രകൃതി, നമ്മൾ ഉണ്ടാക്കുന്ന വാതകങ്ങൾ, മീഥൈൻ വാതകങ്ങൾ ഉൾപ്പെടെ ഉണ്ടാകുന്ന എല്ലാം ഇതിന് കാരണമാകുന്നു. അപ്പോൾ ഓരോ വർഷം വരുന്നതോറും കടലിലെ ജലനിരപ്പ് ഉയരുകയും പല പ്രദേശങ്ങളും വെള്ളത്തിനടിയിലേക്ക് പോകുന്ന അവസ്ഥയിലുമാണ്. നമ്മുടെ കേരളത്തിലെ പല പ്രദേശങ്ങളും, ഇപ്പൊ കുട്ടനാടിന്റെ കാര്യം പറഞ്ഞു, അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ചിലപ്പോൾ 2050 മുതൽ 2000 വരുന്നവരുടെ കാലഘട്ടത്തിൽ തന്നെ ചിലപ്പോൾ മൂടിപ്പോകുന്ന എനിക്കറിയില്ല. ഈ രീതിയിൽ ഭൂമിയിൽ ചൂട് വർദ്ധിക്കുകയും മഞ്ഞുകെട്ടുകൾ ഒരുങ്ങുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിൽ. എന്നാൽ ഇതൊന്നും നമ്മൾ മനസ്സിലാക്കാതെ, സമീപനങ്ങൾ മാറ്റം വരുത്താതെ, പ്രകൃതിയെ മനസ്സിലാക്കാതെ കുറച്ച് പേരിങ്ങനെ ഇരുന്ന് വികസനം എന്ന് പറഞ്ഞ് പ്രകൃതിയെ, മണ്ണിനെ ചോര കുടിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല. അന്നേരമുള്ള കാര്യങ്ങൾക്ക് മതി, സെൽഫിഷ് എന്നുള്ള രീതിയിലേക്കാണ് പോകുന്നത്. അവർക്ക് അവരുടേതായ കച്ചവടം കച്ചവടം നല്ല ഉദ്ദേശിച്ചത്. അവർക്ക് ഇപ്പൊ ടൂറിസം മാഫിയ ആണല്ലോ, അങ്ങനെയാണെങ്കിൽ പോലും അവരുടേതായ കാര്യങ്ങൾക്ക് സാധിക്കുന്ന സെൽഫിഷ് എന്നുള്ള രീതിയിലേക്ക് തന്റെ കുടുംബം രക്ഷപ്പെട്ടാൽ മതി എന്നുള്ള ആ ചിന്താഗതിയോട് നിൽക്കുന്നത്. പക്ഷെ അത് ശരിക്കും പ്രകൃതിയെ നശിപ്പിക്കുന്നു. ഭാവി കാലത്ത് നമുക്ക് ജീവിച്ചു പോകാനാവാത്തൊരു അവസ്ഥയിലേക്കൊന്നും ആണ് പോകുന്നത്.
ഇപ്പം നമുക്കറിയാം ഈ ലാൻഡ് സ്ലൈഡിന്റെ ഒക്കെ ഒരു കാരണം എന്ന് പറയുന്നത് മലകളെ, പാറക്കൂട്ടങ്ങളെ, സസ്യങ്ങളെയൊക്കെ തകർത്തുകൊണ്ട് ഹൈ റേഞ്ചിലും മറ്റു പ്രദേശങ്ങളിലൊക്കെ ഉണ്ടാക്കുന്ന ഇടിച്ചു നിരത്തുന്ന പ്രകൃതി, കുന്നുകൾ ഇടിച്ചു നിരത്തുന്ന പ്രകൃതി, അതിൽ വനമോ കുന്നോ പുഴയോ ഒന്നും നോട്ടമില്ല. പ്രകൃതിയോട് സഹകരിച്ചുള്ള ആ വികസനം, ടൂറിസവും നമ്മൾ കണ്ടെത്തുന്ന ആ രീതിയിലേക്ക് നമ്മൾ കടന്നു പോകണം. ചില സംഘടനക്കാരും ചാനലുകാരും പത്രക്കാരൊക്കെ അല്ലെ രാഷ്ട്രീയക്കാരൊക്കെ വെള്ളപ്പൊക്ക കാലത്തും അല്ലെ വലിയ ചൂട് കൂടിയ സമയത്തും അല്ലെ ജൂൺ 5 പരിസ്ഥിതി ദിനത്തിലും പ്രകൃതി സംരക്ഷിക്കണം എന്ന് പറയുന്നു, അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നു, തൈകൾ വെച്ചു പിടിപ്പിക്കുന്നു, അവരുടെ കാര്യങ്ങളൊക്കെ നടത്തുന്നു. പ്രകൃതി സംരക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ എല്ലാ ദിവസങ്ങളിലും സമയത്തൊക്കെ നിരവധിയായ പ്രസ്താവനകളും പ്രസംഗങ്ങളൊക്കെ നമ്മൾ കേൾക്കും. ഇത് കഴിയുമ്പോൾ ഇവരിത് മറക്കും. പിന്നെ പ്രകൃതിയും വേണ്ട, വികസനം മാത്രം മതി എന്നുള്ള ചിന്താഗതിയിലേക്ക് പോവുകയാണ്. ഞാൻ മൊത്തമായി കുറ്റപ്പെടുത്തുന്നതല്ല, ഒരു കുറേ പേര് അങ്ങനെ ആ രീതിയിലേക്ക് ചിന്തിക്കുന്നു. ഇപ്പൊ നമ്മുടെ ഭൂമിയിൽ, നമ്മുടെ പ്രദേശത്താണെങ്കിൽ കേരളത്തിൽ തന്നെയാണ്, പ്രകൃതിയില്, ജലസമ്പത്തില്, വനത്തില്, ജലാശയങ്ങളില്, പുഴകളിൽ, ഓടകളിൽ പോലും അനിയന്ത്രിതമായ ഇടപെടലുകളാണ് നടത്തുന്നത്. റോഡും പാളങ്ങളും ആണേലും ഒക്കെ നീർച്ചാലുകളെ തകർത്തുകൊണ്ടാകരുത്, അല്ലെ ജലത്തിന്റെ സ്വാഭാവികമായ ഒഴുക്കിനെ തടസ്സപ്പെടുത്തിക്കൊണ്ടാവരുത് എന്നുള്ളത് ആ ഒരു മാനേജ്മെന്റ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതാണ്. ഭൂമിയെ, മണ്ണിനെ, ജലാശയങ്ങളെ, ജലത്തെ ഒക്കെ ഒരു ഇരയായി കാണാതെ ഒരു അമ്മയായി കാണാനുള്ള ഒരു മനോഭാവം നമ്മൾ ഉണ്ടാക്കണം. അപ്പൊ നമുക്ക് ഈ രീതിയിലുള്ള ഹെവി റെയിനൊക്കെ പെയ്യുമ്പോൾ നമുക്ക് മലേഷ്യയിലും അയർലൻഡിലൊക്കെ അവരുടെ റോഡ് നിർമ്മാണവും അവരുടെ പ്രവർത്തന രീതികളൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അവിടെയൊക്കെ അവർ പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു നിർമ്മാണങ്ങളാണ് നടത്തുന്നത്. നമ്മൾ ആ രീതിയിലേക്ക് ഇപ്പോഴും കടന്നു വന്നിട്ടില്ല. പശ്ചിമഘട്ടം എന്ന് പറയുന്നത് നമുക്ക് ഒരു 1630 കിലോമീറ്റർ, നേരത്തെ ഞാൻ പറയും തപ്തി നദി മുതൽ കന്യാകുമാരിയിലെ മരുതുവാഴ് മല വരെയുള്ള പ്രദേശമാണെന്ന് അറിയാം. ശരിക്കും ഗാഡ്ഗിൽ പറഞ്ഞിരിക്കുന്ന 1990 കിലോമീറ്റർ ഉള്ളെന്ന് പറയുന്നത്. എന്തായാലും ശരി, അതിൻ്റെ അത് ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയാണ് നമ്മുടെ സംസ്ഥാനത്തിന്റെ കിഴക്ക് ഭാഗത്തുള്ള പശ്ചിമഘട്ടം. അപ്പം നേരത്തെ ഞാൻ ഈ പശ്ചിമഘട്ടത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു. 2012 യുനെസ്കോ നമ്മൾ ലോക പൈതൃക പട്ടികയിലേക്ക് നമ്മുടെ പശ്ചിമഘട്ടത്തെ എടുത്ത് ഹിമാലയത്തെക്കാൾ പഴക്കമുള്ളതാണെന്നാണ് പറയപ്പെടുന്നത്. ലോകത്തിലെ ഏറ്റവും മികച്ച നോൺ ഇക്വറ്റോറിയൽ ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ സ്ഥിതി ചെയ്യുന്നതും ഏറ്റവും കൂടുതൽ ജീവികളുള്ളതുമായ ഒരു പ്രദേശം, ഔഷധ സസ്യങ്ങളാൽ നിറഞ്ഞ ഒരു പ്രദേശമാണ് നമ്മുടെ പശ്ചിമഘട്ടം. ഞാൻ ഇതിനു മുമ്പുള്ള നമ്മുടെ ടോക്കിൽ ഞാൻ പറഞ്ഞിരുന്നു. ഇപ്പൊ നമുക്കറിയാം, കേരളത്തില് ഈ പശ്ചിമഘട്ടത്തിൽ നിന്ന് തന്നെയാണ് ദക്ഷിണേന്ത്യയിലെ പ്രധാനപ്പെട്ട നദികളായ കൃഷ്ണ എന്നിവയൊക്കെ ഉത്ഭവിക്കുന്നത്. പടിഞ്ഞാറ് ഒഴുകുന്ന നദികൾ എന്ന് പറഞ്ഞാൽ കേവലം കുറഞ്ഞ ദൂരം മാത്രമേ ആ നദികളുടെ നീളമുള്ളൂ. പ്രകൃതിയോട് നമ്മൾ ഇഴചേർന്ന് ജീവിക്കണം. പല പ്രാവശ്യവും പ്രകൃതി നമുക്ക് പല തിരിച്ചടികളും അതിൻ്റെ അകത്ത് തിരിച്ചടികൾ നമുക്ക് തരുന്നുണ്ട്. അപ്പൊ നമ്മളത് പഠിക്കുന്നില്ല. കഴിഞ്ഞ വർഷം, ഈ വർഷവും മുംബൈയിൽ വലിയ വെള്ളപ്പൊക്കം ഉണ്ടായി. കഴിഞ്ഞ വർഷം മുംബൈയില് 24 മണിക്കൂറിനോട് 944 സെന്റിമീറ്റർ മഴയാണ് പെയ്തത്. അപ്പൊ ഉണ്ടായ വെള്ളപ്പൊക്കം കഴിഞ്ഞ വർഷം നമ്മൾ അറിഞ്ഞു. അപ്പൊ മുംബൈ എന്ന് പറയുന്ന സ്ഥലം നമുക്കറിയാലോ, മഹാനഗരമാണ്. അവിടെ ജലം ഒഴുകിപ്പോകാൻ യാതൊരു മാർഗവുമില്ലാതെ ആഴ്ചകളോളം വെള്ളം കെട്ടിക്കിടന്നു. അപ്പൊ ആ ഒരു അവസ്ഥ ഏതാണ്ട് കൊച്ചിയിലൊക്കെ തന്നെയാണ്. കൊച്ചിയിൽ നല്ലൊരു വെള്ളപ്പൊക്കം ഉണ്ടായാൽ വെള്ളം ഒഴുകിപ്പോകാൻ പറ്റാത്തൊരവസ്ഥ ഉള്ള സ്ഥലമാണ്. നമുക്കറിയാം, കേരളത്തിൽ നമുക്ക് അറിയപ്പെടുന്ന പ്രകൃതി ദുരന്തം അല്ലെങ്കിൽ വെള്ളപ്പൊക്കവും ലാൻഡ് സ്ലൈഡുകളും ഒക്കെ ഉണ്ടായത് അറിയപ്പെടുന്ന ചരിത്രം രേഖപ്പെടുത്തുള്ള 1341 ആ ഇതോടു കൂടിയാണ് നമ്മുടെ
കൊടുങ്ങല്ലൂർ തുറമുഖം ഏതാണ്ട് അടഞ്ഞു പോയതും തുടർന്ന് കൊച്ചി തുറമുഖം തുറന്ന് കിട്ടിയതെന്നും നമ്മുടെ ചരിത്രകാരന്മാർ പറയുന്നു. കൊച്ചി മുന്നിലേക്ക് വന്നു എന്നാണ് പറയുന്നത്. അഴിമുഖം വികസിച്ചു, ഇങ്ങനെയുള്ളതാണ്. പിന്നെ ഈ വെള്ളപ്പൊക്ക കാലത്താണ് നമ്മൾ കേരളത്തിലെ പല നദികളും, പെരിയാർ ഉൾപ്പെടെ പല മറ്റൊഴിയാറും ചാലക്കുടിയാറൊക്കെ ഉൾപ്പെടെ പല നദികളും കടലിലേക്ക് ചേരുന്നതിന് മുമ്പായി രണ്ടായി പിരിഞ്ഞു. ഈ വലിയ വെള്ളപ്പൊക്കം, അത്രമാത്രം വെള്ളപ്പൊക്കമാണ് ഉണ്ടായത്. കേരളത്തിൽ നമ്മൾ പറയുന്ന നമ്മുടെ അറിവനുഭവത്തിലുള്ള 2018 പിന്നെ 99 വെള്ളപ്പൊക്കം എന്ന് പറയുന്ന 1924 വെള്ളപ്പൊക്കം, മലയാള വർഷമാണ് 1999 എന്ന് പറയുന്നത്. ഇതൊക്കെ ഉണ്ടെങ്കിലും ചരിത്രകാരന്മാർ രേഖപ്പെടുത്തൽ ഏറ്റവും വലിയതുണ്ടായ കേരള ചരിത്രത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ, ഭൂമിക്ക് തന്നെ വലിയ വ്യത്യാസങ്ങൾ അനുഭവപ്പെട്ടൊരു ഉരുൾപൊട്ടലും വെള്ളപ്പൊക്കവുമാണ് 1341 എന്നാണ് പറയപ്പെടുന്നത്. അതോടൊപ്പമാണ് പിന്നെ ഈ പല ഭാഗത്തും പെരിയാറ്റിലാണെങ്കിൽ പൂത്താൻകെട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കെട്ട് തന്നെ ഉണ്ടായത്. വലിയ പാറക്കൂട്ടങ്ങളൊക്കെ ഒഴുകി ഒരു നിരപ്പിൽ വന്നിരുന്ന ഒരു കെട്ട് പോലെ, ഡാം പോലെ, സ്വാഭാവികമായ ഡാം പോലെ ഉണ്ടായിരുന്ന സ്ഥലം പൂത്താൻകെട്ട് പലർക്കും പോയിട്ടുള്ളവർക്ക് അറിയാം. അപ്പം അങ്ങനെ കേരളത്തിലെ എല്ലാ പ്രദേശങ്ങളും വലിയ തോതിൽ മാറ്റങ്ങൾ വന്നതാണിത്. പിന്നെ 1790 അത് കൃത്രിമമാണെന്ന് പറയുന്നു. ടിപ്പു സുൽത്താന്റെ ആക്രമണത്തെ ഒഴിവാക്കാൻ വേണ്ടി അന്ന് തിരുവിതാംകൂർ ഭരണാധികാരികൾ പൂത്താൻകെട്ടിന്റെ ചില ഭാഗങ്ങൾ പൊട്ടിച്ചു വിട്ട് വെള്ളം പുഴയിലെ പെരിയാറ്റിൽ ഉയർത്തി ഇങ്ങോട്ട് കടത്തി ടിപ്പു സുൽത്താനെ കടത്താതിരിക്കാനുള്ള ഒരു മാർഗങ്ങൾ ചെയ്തെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അപ്പം പിന്നെ നമ്മൾ പറയുന്ന 1882 ചുവന്ന വെള്ളപ്പൊക്കം എന്ന് പറയുന്നത്, ആ വെള്ളപ്പൊക്കത്തില് മണ്ണ് വലിയ തോതിൽ ഒഴുകി മാറി പുഴയിലൂടെയും നദികളിലൂടെയും എല്ലാം വലിയ തോതിൽ വെള്ളം ഒഴുകി. അത് ശരിക്കും മണ്ണ് ചുവന്ന എന്ന് പറയുമ്പോൾ ശരിക്കും മണ്ണ് നന്നായി ഒഴുകിയ ഒരു വെള്ളപ്പൊക്കമാണ്. ഞാൻ പല വെള്ളപ്പൊക്കങ്ങൾ പ്രധാനമായിട്ട് പറയുകയായിരുന്നു, സൂചിപ്പിക്കുകയാണ്. ഇതിന്റെ ഇടയ്ക്കും പല വെള്ളപ്പൊക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ 1907 മുല്ലപ്പെരിയാറിൽ ശക്തമായിട്ട് മഴയെ തുടർന്ന് സ്പിൽവേ ഒക്കെ തുറന്നു വിട്ടൊരു വെള്ളപ്പൊക്കമുണ്ട്. പിന്നെ 1924 99 വെള്ളപ്പൊക്കത്തെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ പ്രധാനമായി പറയുന്നത് 2018 നമ്മളെല്ലാം അനുഭവിച്ച വെള്ളപ്പൊക്കമാണ്. നമ്മുടെ സംസ്ഥാനത്ത് ഏതാണ്ട് 2200ഓളം നീർച്ചാലുകൾ ഏതാണ്ട് ഇല്ലാതായി. നമ്മുടെ വികസന നിർമ്മാണ പ്രവർത്തനങ്ങൾ മൂലവും ഒക്കെ 2200 ചെറിയ ഇടത്തരം നീർച്ചാലുകൾ ഏതാണ്ട് ഇല്ലാതായി. ഇപ്പൊ വരട്ടാർ എന്ന് പറഞ്ഞ പുഴ ഉണ്ടായിരുന്നു നമുക്ക് പറയുന്നത് പത്തനംതിട്ട ജില്ലയിൽ. ഇപ്പൊ അതിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. വേനൽക്കാലത്ത് മഴക്കാലത്ത് മാത്രം കുറച്ച് വെള്ളം ഒഴുകുന്നൊരു പുഴയായിട്ട് മാറി. ശരിക്കും നമ്മുടെ 45ാമത് നദിയായിട്ട് ഈ വരട്ടാർ എന്നറിയപ്പെടുന്ന ആ പത്തനംതിട്ട ജില്ലയിലുള്ളവർക്ക് അറിയാം. അത് കുറെ 10-40 വർഷമായിട്ട് അതങ്ങ് അടഞ്ഞുപോയി. അങ്ങനെ ഒരു പുഴ ഇല്ലാതായ ഒരു അവസ്ഥ ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒന്നുകിൽ മഴ പെയ്യല, ഈ പെയ്താൽ അതിശക്തമായി പെയ്യും. ഒരു സൈക്കോ സ്വഭാവമാണ്. ഒന്നുകിൽ പെയ്യും, അല്ലെങ്കിൽ ഒരു 6 മണിക്കൂർ പെയ്യുന്ന മഴ എന്ന് പറഞ്ഞാൽ പെയ്യുന്ന മഴ ചിലപ്പം, അല്ലെങ്കിൽ 24 മണിക്കൂർ പെയ്യേണ്ട മഴ ചിലപ്പോൾ അരമണിക്കൂറിനുള്ളിൽ പെയ്യുകയാണ്. ആ ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പം നമ്മുടെ കേരളത്തിലെ മഴയുടെ തോത് സ്ഥിരമായി നടന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം മഴ ലഭിക്കാത്ത ലോകത്തിൽ പലയിടത്തും മഴ ലഭിക്കുന്ന ഇപ്പൊ രാജസ്ഥാൻ മരുഭൂമി, അതുപോലെ ഗൾഫ് കൺട്രീസ് പലയിടത്തൊക്കെ ഈ കാലഘട്ടത്തിൽ നന്നായിട്ട് മഴ പെയ്യുന്നു. ഈ മഴവെള്ളം സ്വീകരിക്കുന്നതിൽ കേരളത്തിന്റെ ഭൂപ്രകൃതി പരാജയപ്പെടുന്നു എന്നാണ് വെള്ളപ്പൊക്കത്തിനും മറ്റ് ദുരന്തങ്ങൾക്കും കാരണം എന്ന് വിദഗ്ധർ പറയുന്നു. അപ്പം കാലവർഷത്തിന്റെ മഴയ്ക്കൊപ്പം മിന്നൽ പ്രളയം, ഇതൊരു 5-6 വർഷമായിട്ട് ഈ രീതിയിൽ വലിയ തോതിൽ ഉണ്ടായിട്ടുള്ളത്. ഇതിനു മുമ്പുള്ള വർഷങ്ങളൊക്കെ 10-50 വർഷത്തിൽ ഒരിക്കൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ഇപ്പൊ എല്ലാ വർഷവും ഉണ്ടാവുന്നു. ഇപ്പൊ എൽനിനോയുടെയും ലാനിനോയുടെയും കാര്യം നോക്കാം. എൽനിനോയുടെ കാലഘട്ടത്തിലാണ് ലോകത്തെല്ലായിടത്തും വരൾച്ച ഉണ്ടാകുന്നതും മഴ പെയ്യാത്ത സ്ഥലങ്ങളിൽ മഴ പെയ്യുന്നതും, മഴ പെയ്തുകൊണ്ടിരിക്കുന്നിടത്ത് മഴ പെയ്യാതെ വരുന്നതും, അതുപോലെ അതിതീവ്ര മഴയൊക്കെ ഉണ്ടാകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. അപ്പൊ ഇത് എൽനിനോ എന്ന് പറയുന്നത് മൺസൂൺ കാറ്റിന്റെ ദിശ, മഴ പെയ്യുന്ന സ്ഥലം, സമുദ്ര താപനില, മേഘങ്ങൾ രൂപപ്പെടുന്ന അവസ്ഥ, ഇതെല്ലാം അന്തരീക്ഷ താപനവുമായിട്ടെല്ലാം ബന്ധപ്പെട്ട് വരുന്നു. ഇതിനെതിരാണല്ലോ ലാനിനോ. അപ്പൊ അതിനെക്കുറിച്ച് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞതായിട്ട് മിക്ക ആൾക്കാർ കേട്ട് കാണിയിരിക്കും. എന്തായാലും ഇപ്പൊ നമുക്കറിയാം, 2-3 ദിവസം മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ച നല്ല വെയില്, ആ ഒരു അവസ്ഥയാണത്.
വലിയ തീവ്രമഴ മൂലം ജലം ഭൂമിയിൽ സംഭരിക്കുന്നില്ല. മാത്രമല്ല എല്ലാ വർഷവും ജനുവരി മുതൽ ജലക്ഷാമം നമ്മുടെ കേരളത്തിൽ ആരംഭിക്കുന്നു. ജൂൺ മാസത്തിൽ വർഷങ്ങളായിട്ട് നമുക്ക് ജൂൺ മാസത്തിൽ ഇപ്പൊ പൊതുവെ മഴ കുറവാണ്. ജൂണിൽ മഴയില്ല. മഴ ഏതാണ്ട് നമ്മുടെ കാലവർഷത്തിൽ നന്നായിട്ട് മഴ പെയ്യുന്നത് ജൂലൈ അവസാനവും ഓഗസ്റ്റ് ആയി മാറുന്ന ഒരവസ്ഥയാണ്. ഇത് നമ്മുടെ പ്രകൃതിയിലെ സസ്യങ്ങൾക്കുൾപ്പെടെ പ്രകൃതിക്ക് മൊത്തത്തിൽ ഒരു ദോഷകരമായ ഒരു അവസ്ഥയാണ്. നമ്മുടെ രീതി എന്ന് പറയുന്നത് ജൂൺ 1-ാം തീയതി തന്നെ മഴ തുടങ്ങുന്ന ഒരു അവസ്ഥയായിരുന്നു. അല്ലെങ്കിൽ ഒരു 8-10 ദിവസമൊക്കെ മാറുമായിരിക്കും. ഇതിപ്പോ ജൂണിൽ മഴയില്ല. ജൂലൈ അവസാനം മുതൽ കുറെ നാളുകളിലൊക്കെ മഴ പെയ്യുന്ന രീതിയിലേക്ക് സ്ഥിരമായി നമ്മുടെ കേരളം മാറിക്കഴിഞ്ഞു. അപ്പൊ അതോടനുസരിച്ച് നമുക്ക് ജലക്ഷാമം ഉണ്ടാകുന്നു. മഴ പെയ്യുന്ന സമയത്ത് വലിയ വെള്ളപ്പൊക്കം ഉണ്ടാവുന്നു. ആ ഒരു രീതിയിലേക്കാണ്. ഇപ്പൊ ഓണക്കാലത്ത് പോലും ഓണക്കാലത്ത് എപ്പോഴും നല്ല കാലാവസ്ഥ ഉണ്ടായിരുന്ന ഒരു സമയം മാറി ഇപ്പൊ ഓണക്കാലത്ത് പല ദിവസവും നല്ല മഴയായിരിക്കും. അതുപോലെ പിന്നൊരു കേസ് എന്ന് പറഞ്ഞാൽ പണ്ട് അതിതീവ്ര മഴകൾ വല്ലപ്പോഴും ഉണ്ടായിരുന്നുള്ളൂ. 99 വെള്ളപ്പൊക്കത്തേക്ക് പറഞ്ഞു. പിന്നെ 1961 മറ്റും ഉണ്ടായി അതിതീവ്ര മഴ കൂടുതൽ പ്രശ്നമാക്കിയത്. ഇപ്പൊ നൂൽമഴ, 101 മഴ, 40 നമ്പർ മഴ എന്നൊക്കെ ഹൈറേഞ്ചുകാർ വിളിക്കുന്ന രീതിയിലുള്ള മഴകളുടെ അവസ്ഥ മാറിയിട്ട് അത് അങ്ങനെ പെയ്യുന്ന മഴ എന്ന് പറഞ്ഞാൽ പയ്യെ പെയ്യുന്ന മഴ. അത് ഭൂമിയിലേക്ക് വെള്ളം, ഭൂമിക്ക് അവരുടെ സസ്യങ്ങൾക്ക് ജലം സ്വീകരിക്കുന്ന കാട്ടിനുള്ളിലെ സ്പോഞ്ച് പോലുള്ള കെട്ടിക്കിടക്കുന്ന ഈ ഇലകളും ചവറുകള് അതുപോലെ ചെറു കമ്പുകളൊക്കെ ചേർന്ന് കിടക്കുന്ന സ്പോഞ്ച് പോലെ കിടക്കുന്ന സാധനങ്ങൾ ആ ഒരു പ്രദേശത്ത് വലിച്ചെടുക്കുന്ന വെള്ളം അതൊക്കെ ഇല്ലാതായി. അപ്പൊ ഈ 101 മഴ, നൂൽമഴ എന്നൊക്കെ പറയുന്നതാണ് ഈ ജലം സംഭരിക്കാനുള്ള സഹായം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അപ്പൊ അതില്ല ഈ അടിച്ചോളി മഴ വന്നപ്പോഴത്തേക്ക് അടിച്ചോളി മഴ നമ്മുടെ പിള്ളേര് പറയുന്ന രീതിയിൽ അതിതീവ്ര മഴ വന്നതോടുകൂടി ഇങ്ങനെയുള്ളത് ജലം സംഭരിക്കുന്നില്ല. പെട്ടെന്ന് തന്നെ ഒഴുകി നമ്മുടെ കടലിലേക്ക് പോകുന്ന അവസ്ഥയാണ്, അല്ലെ താഴ്ഭാഗത്തേക്ക് പോകുന്ന അവസ്ഥയാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ പണ്ട് മഴക്കാലം എന്ന് പറയുന്നത് സാധാരണ ചെസ് കളിക്കുന്നു. ഇപ്പോഴത്തെ മഴക്കാലം എന്ന് പറയുന്നത് റാപ്പിഡ് ചെസ്സിന്റെ രീതിയിലാണ്. ആ രീതിയിലേക്ക് നമ്മുടെ മഴയുടെ രീതി മാറിക്കഴിഞ്ഞു. പെയ്യുന്ന മഴയുടെ വെള്ളം സംഭരിക്കാൻ സംഭരണശാലകൾ പണ്ടുണ്ടായിരുന്നു. വനത്തില് വർഷങ്ങളായി ഇപ്പൊ ഞാൻ പറഞ്ഞ സ്പോഞ്ച് പോലെ കൂട്ടിയിരിക്കുന്ന ആ ഇലകളും ചെറു ശിഖരങ്ങളും ഉണങ്ങിയ മരാവശിഷ്ടങ്ങളൊക്കെ ഉള്ള ആ മണ്ണില് ജലം സംഭരിച്ചിരുന്നു. പിന്നീട് വരുന്ന ജലം തോടും പുഴകളിലും അതുപോലെ നെൽപ്പാടങ്ങള്, കുളങ്ങള് ഒക്കെ ആയിട്ട് കുറെ ജലം സംഭരിച്ചിരുന്നു. അതായത് ചെറിയ തോതിൽ പെയ്യുന്ന ഒരു നിശ്ചിത അളവ് പെയ്തിരുന്ന മഴയാണ് സംഭരിച്ചിരുന്നത്. ഇന്ന് നമുക്കറിയാം തോടുകളെല്ലാം സൈഡ് കെട്ടിയെടുത്തു, പുഴയുടെയൊക്കെ സൈഡ് കെട്ടിയെടുത്തു. അതിനെ ഒഴുകാനുള്ള സ്വാഭാവിക അവസ്ഥ, പ്രകൃത്യാപരമായിട്ടുള്ള സ്വാഭാവികമായിട്ടുള്ള വിസ്തൃതി കുറഞ്ഞു. അതോടൊപ്പം നെൽപ്പാടങ്ങൾ ഇല്ലാതായി, അതോടെ ചേർന്നുള്ള കുളങ്ങളില്ലാതായി. പിന്നെ മണൽ കുറെയൊക്കെ ഇതുപോലെ ഉണ്ടാകുന്ന കുറെ വരുന്നത് നല്ലതാണ്. കരയോട് ചേർന്നും ഉള്ളത് വരാതിരിക്കുക, പാലങ്ങളോട് അങ്ങനെയുള്ള ചേർന്ന് വീടുകളോടൊക്കെ ചേർന്ന് വരാതിരിക്കുക. ബാക്കിയുള്ള ഭാഗത്ത് കുറച്ച് മണൽ വരുന്നത് നല്ലതാണ്. പക്ഷെ ഈ മണല് ജലം നന്നായിട്ട് സംഭരിച്ച് വെക്കുന്നത് വേനൽക്കാലങ്ങളിൽ ജലം ലഭ്യമാക്കുന്ന ഈ മണൽ പരപ്പുകളാണ്. പലയിടത്തും വേനൽക്കാലത്ത് ഈ മണലുള്ള ഭാഗത്താണ് ചെറിയ, ഞങ്ങളിവിടെയൊക്കെ ഓലികൾ എന്ന് പറയും, ചെറിയ കുഴികളെടുത്ത് അവിടെ നിന്ന് ജലം വേനൽക്കാലത്ത് സംഭരിക്കുന്നത്. ഇന്ന് മണൽ വാരിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു ദോഷവുമുണ്ട്. അതേസമയം മണല് കുറെ വാരിയില്ലെങ്കിൽ പുഴകളൊക്കെ ഏതാണ്ട് നിറഞ്ഞിരിക്കുന്ന അവസ്ഥയിലുമാണ്. അതേ രീതിയിൽ കുത്തി ഒഴുകി വരുന്ന ജലമാണ് ഈ മണലുകളെ പുഴകളിലും മറ്റു തോടുകളിലും നിക്ഷേപിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോ നമ്മൾ ചെയ്യേണ്ടത് ഓറഞ്ച് അലർട്ട് ആണെങ്കിൽ റെഡ് അലർട്ട് ഉണ്ടാവുമ്പോൾ സ്വീകരിക്കേണ്ട നടപടികൾ സ്വീകരിക്കണം. അതുപോലെ യെല്ലോ അലർട്ട് ആണെങ്കിൽ ഓറഞ്ച് അലർട്ട് ഉണ്ടാകുമെന്നുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്തുണ്ടാകും. അതുപോലെ രക്ഷാ പ്രവർത്തനമൊക്കെ ഉണ്ടാകണം, മുൻകരുതലുകൾ ഉണ്ടാകണം. ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞു, നമുക്ക് ഓരോ വില്ലേജുകൾ അടിസ്ഥാനത്തിൽ, താലൂക്കുകൾ അടിസ്ഥാനത്തിൽ നമുക്ക്
മഴയും വെള്ളപ്പൊക്കവും ഉണ്ടാവുന്ന അവസ്ഥകളെക്കുറിച്ച് മുൻകരുതലുകൾ നമ്മൾ കൊടുക്കേണ്ടതാണ്. ഇപ്പൊ നമുക്കറിയാം, അതുപോലെ ബയോഡൈവേഴ്സിറ്റി ബോർഡ് എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും സജീവമാണ്. ഇപ്പൊ ചില സ്ഥലങ്ങളിലൊക്കെ ഉള്ളൂ. അത് ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ അത് നല്ല രീതിയിൽ പ്രവർത്തിക്കേണ്ടതുണ്ട്. പിന്നെ പുതിയ കൃഷി രീതികളും കെട്ടിട നിർമ്മാണവും നഗരവികസനവും ഒക്കെ പഠനങ്ങൾ നടത്തി ദീർഘകാല മാസ്റ്റർ പ്ലാനുകൾ തയ്യാറാക്കി വേണം നടത്തേണ്ടത്. ജനങ്ങൾ ഒരുമിച്ചിറങ്ങി മാലിന്യം നീക്കാനുള്ള നദികളെയും നമ്മുടെ ജലസ്രോതസ്സുകളെയും മാലിന്യം ഒഴിവാക്കും. പ്രത്യേകിച്ച് പ്ലാസ്റ്റിക് പോലുള്ള കാര്യങ്ങളിൽ, പ്ലാസ്റ്റിക്കിൽ നിന്ന് നമുക്കറിയാം എത്ര വർഷം കൊണ്ടാണ് ഇത് നശിച്ചു പോകുന്നത് നമുക്കറിയാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുമിച്ചിറങ്ങി ജനങ്ങൾ, സർക്കാരിന്റെയോ മറ്റ് ഉദ്യോഗസ്ഥരെ നോക്കണ്ട, ആ പ്രദേശത്തുള്ള ജനങ്ങൾ തന്നെ തങ്ങളുടെ പ്രദേശത്തുള്ള ജലാശയങ്ങളും പുഴകളും നീർച്ചാലുകളും ഒക്കെ സംരക്ഷിക്കേണ്ട ഒരു ആവശ്യകത നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. പ്രകൃതിയെ നിയന്ത്രിക്കാൻ നമ്മളെ കൊണ്ടാവില്ല, പക്ഷെ പ്രകൃതിയുടെ കലി നിയന്ത്രിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും. ഇപ്പം മണലുള്ളിൽ ജലം ഉണ്ടായിരിക്കും. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു. കേരളത്തിലെ ജലത്തിന്റെ 85% പുഴകളിലൂടെയും തോടുകളിലൂടെയാണ്. ഉണ്ടാവുന്നതാണ് നമ്മൾ കുടിവെള്ളത്തിനായി സ്വീകരിക്കുന്നത്. 85% ഈ പുഴ തോടൊക്കെ ആശ്രയിച്ചാണ് ഉണ്ടാകുന്നത്. പിന്നെ കിണറുകൾ അങ്ങനെയൊക്കെ ഉപയോഗിച്ചാണ്. 15% മാത്രമേ കേരളത്തിൽ നമ്മൾ ഭൂഗർഭ ജലം കുഴൽക്കിണറുകൾ വഴിയൊക്കെ നമ്മൾ എടുക്കുന്നുള്ളൂ. ഇനിയുള്ള കാലത്ത് നമുക്ക് വെള്ളപ്പൊക്കം എന്നാലും ഒഴിവാക്കാനാകില്ല. പക്ഷെ അതിന്റെ ശക്തി നാശനഷ്ടങ്ങൾ കുറയ്ക്കുക എന്നുള്ളതാണ് നമുക്ക് കരണീയമായിട്ടുള്ളത്. ഇപ്പോൾ ഒന്ന്, ജനങ്ങൾ ഇങ്ങനെയുള്ള പ്രകൃതി ദുരന്തങ്ങളെ കുറിച്ചൊക്കെ വായിച്ച് മനസ്സിലാക്കുന്നുണ്ട്. വനനശീകരണം, പാറയിടിക്കല്, കുന്നുകളിടിക്കല്, പാറകൾ പൊട്ടിക്കല്, അങ്ങനെയുള്ള ആ കാര്യങ്ങള് ജനങ്ങൾ ദോഷകരമാണെന്ന് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ പോലും അവരുടെ സ്വന്തമായ കാര്യങ്ങൾ വരുമ്പോൾ, അവരുടെ സെൽഫിഷായ കാര്യങ്ങൾ വരുന്ന സമയത്ത് അവയൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് തനിക്ക് കുറച്ചാകാം, ബാക്കിയുള്ളവര് ഇവ പാലിച്ചാൽ മതി എന്നുള്ള ചിന്താഗതിയാണ് മിക്കവർക്കും ഉള്ളത്, മലയാളികൾക്ക്. ഇപ്പം മഴക്കാലത്ത് മഴ ശല്യമാണ്, വെള്ളം ശല്യമാണ്. വേനൽക്കാലത്ത് ഇവ ആവശ്യമാണ്, അത്യാവശ്യമാണ്. ആ ഒരു രീതിയാണ് നമ്മൾ പുലർത്തുന്നത്. ഇപ്പം വെള്ളപ്പൊക്കം, വെള്ളമാണ് പ്രശ്നം. വേനൽക്കാലത്തും മഴക്കാലത്തും ജലമാണ് നമ്മുടെ പ്രധാന വിഷയം. വലിയ തോതിലുള്ള മഴയാണല്ലോ ഉൾപ്പെടലുകൾക്കും മറ്റും കാരണമാകുന്നു, നമ്മുടെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കിട്ടാനും കാരണം. നമുക്ക് വേനൽക്കാലത്തും വെള്ളം പ്രശ്നം, മഴക്കാലത്തും വെള്ളം തന്നെയാണ് പ്രശ്നം. അശാസ്ത്രീയമായ നിർമ്മാണങ്ങള്, ഡ്രെയിനേജുകളുടെ തകരാറുകള്, പിന്നെ ചെറുതോടുകളും നീർച്ചാലുകളും ഒക്കെ നികത്തിപ്പോകുന്നത്, ഇവയൊക്കെ പുനഃസ്ഥാപിക്കാനുള്ളൊരു ശ്രമം നമ്മൾ നടത്തേണ്ടത്. അപ്പൊ അത് ഉണ്ടെങ്കിൽ മാത്രമേ ഭാവി കാലത്ത് നമുക്ക് നിലനിൽക്കാനാവൂ. അപ്പൊ ഇതിന്റെ പരിഹാരത്തെക്കുറിച്ച് 1-2 കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കുകയാണ്. ഇതിനെക്കുറിച്ച് കുറച്ച് കൂടുതൽ നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് പരിഹാരത്തിനായി പറയാനുണ്ടാവുമെങ്കിലും കുറച്ച് കാര്യങ്ങൾ പറയണം. ഒന്ന്, പ്രകൃതിയും മനുഷ്യനും തമ്മിൽ ഒരു പരസ്പര സഹകരണ മനോഭാവം നിലനിർത്തും. പിന്നെ ദീർഘകാല നടപടികൾ, ഒരു 50 വർഷം 100 വർഷം വരെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ദീർഘകാല നടപടികൾ സർക്കാരുകളും ജനങ്ങളും സ്വീകരിക്കണം. പിന്നെ നദികളുടെ ജലം ഒഴുക്കാനുള്ള ശേഷി വർദ്ധിപ്പിക്കണം. മാലിന്യം, പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ നദികളിലേക്ക്, പുഴകളിലേക്കൊക്കെ തള്ളുന്ന ആ അവസ്ഥ ഇല്ലാതാക്കി, നമുക്കറിയാം അത് സ്വീകരിക്കാനൊക്കെയുള്ള സൗകര്യങ്ങൾ ഇപ്പൊ പഞ്ചായത്തുകളിലൊക്കെ ഉണ്ട്. പക്ഷെ ജനങ്ങൾ ഇപ്പോഴും വലിച്ചെറിയുന്നതാണ്. ഒരു മഴ പെയ്ത് കഴിയുമ്പോൾ എൻ്റെ കരപ്രദേശങ്ങളിലൊക്കെ, എൻ്റെ വീടൊരു ചെറിയ പുഴയുടെ സമീപത്താണ്, ഈ കഴിഞ്ഞ ദിവസം മഴയ്ക്ക് ശേഷം എന്തോരം പ്ലാസ്റ്റിക്കും മറ്റു വസ്തുക്കളും, ആവശ്യമില്ലാത്ത വസ്തുക്കൾ, മാലിന്യങ്ങളാണ് ഒരിടത്തിൽ വന്ന് അടിഞ്ഞതെന്നറിയോ. അത് പറക്കിയെടുത്ത് കളഞ്ഞ് മാറ്റണമെങ്കിൽ, നശിപ്പിക്കണമെങ്കിൽ തന്നെ ഒരു ദിവസം എടുക്കേണ്ടി വരും. 2 മിനിറ്റ് കൊണ്ട്. അപ്പൊ 1-2 കാര്യങ്ങളോട് ഞാൻ പെട്ടെന്ന് പറഞ്ഞോളാം. അപ്പൊ നദികളും പുഴകളും ഡാമുകളൊക്കെ വൃത്തിയുള്ളാക്കുക, അതിനകത്ത് മണ്ണ് നീക്കം ചെയ്യുന്നിടത്ത് നിയന്ത്രിക്കുക. പിന്നെ ഓടകൾ, ചെറുതോടുകൾ എന്നിവ ജലസ്രോതസ്സുകൾ സജ്ജമാക്കുക.
ആ, ശാസ്ത്രീയമായ പ്രകൃതി സൗഹൃദ കൃഷി രീതികൾ പുലർത്തുക, നെൽവയലുകൾ, പറ്റുന്നിടത്തോളം നെൽവയലുകൾ, കുളങ്ങള്, കിണറുകളൊക്കെ, നീർച്ചാലുകളൊക്കെ സംരക്ഷിക്കുക, പശ്ചിമഘട്ടത്തിലെ വനനശീകരണം കുറയ്ക്കുക, പിന്നെ ക്വാറികൾ, പാറമടകൾ എന്നിവയിൽ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക, നദീതീരങ്ങളിലെ കയ്യേറ്റം ഒഴിവാക്കുക തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് കരണീയമായിട്ടുള്ളതാണ്. ചെക്ക് ഡാമുകൾ, കൊണ്ടൂർ ട്രെഞ്ചുകൾ തുടങ്ങിയവ നിർമ്മിക്കുക, നഗര ആസൂത്രണം, നഗരവികസനത്തിനുള്ള ആസൂത്രണപരമായ കാര്യങ്ങൾ നടത്തുക. പിന്നെ നമുക്ക് മഴവെള്ള സംഭരണികൾ ഇന്നത്തെ പ്രധാനപ്പെട്ട മാർഗമാണ്. കുറേ എനിക്ക് പറയാനുണ്ടെങ്കിൽ പോലും സമയം ചെന്ന് പറയുന്നത്, മഴവെള്ള സംഭരണികൾ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പുറത്തുനിന്ന് വീഴുന്ന കുറെ ജലം പുറത്തേക്ക് ഒഴിപ്പോകാതെ നമുക്ക് സംഭരണികൾ നമുക്ക് സംഭരിക്കാനാവും, വേനൽക്കാലത്ത് ഉപയോഗിക്കാനാവും. അപ്പൊ കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ പറയണമെന്നുണ്ടായിരുന്നു. ഏതായാലും പൊതുവായി മഴയെ നമുക്ക് തടയാനാവില്ല. അന്തരീക്ഷത്തിൽ ചൂട് വലിയ തോതിൽ അനിയന്ത്രിതമായി വർദ്ധിക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഇനിയും കേരളത്തിൽ ആവർത്തിക്കും. അപ്പൊ അതിനുള്ള ശ്രമങ്ങൾ സർക്കാരുകൾ മാത്രമല്ല ജനങ്ങളും സ്വീകരിക്കണം. ജനങ്ങളും ആ ഒരു മനോഭാവത്തിലേക്ക് എത്തിച്ചേരണം. വികസനം മാത്രം പോരാ, ടൂറിസം മാത്രം പോരാ, ഇവ പ്രകൃതി സൗഹൃദമായി നടത്തണമെന്നുള്ള ഒരു താല്പര്യം ഞാൻ ഇതിൻ്റെ അകത്ത് പ്രകടിപ്പിക്കുകയാണ്. എല്ലാവരും സ്വീകരിക്കണം എന്നുള്ളത് നമ്മുടെ വരുന്ന കാലഘട്ടങ്ങളിൽ കേരളത്തിലെ ജനങ്ങൾ ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കുമെന്ന് ഉള്ളൊരു വിശ്വാസത്തോടെ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. കുറച്ചുകൂടെ പറയാനുണ്ടായിരുന്നു, പക്ഷെ അത് നമുക്ക് നിശ്ചിത സമയമല്ലേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് പറയാം. ബാക്കി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നമുക്ക് പറയാം. താങ്ക് യു സർ. ഒരുപാട് അറിവുകളാണ് നൽകിയത്. അതായത് മനുഷ്യന് നിർബന്ധമായിട്ടും അത് കൈക്കൊള്ളേണ്ട ഒരു അവസ്ഥയാണ്. പ്രകൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ആ പ്രകൃതിയുടെ താണ്ഡവത്തിലുള്ള മനുഷ്യന്മാരൊക്കെ ഒന്നാവുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും മനുഷ്യന്മാർ തമ്മിൽ പരസ്പരം പോരാടുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഏതായാലും പ്രിയപ്പെട്ടവരെ, 1 മിനിറ്റിന്റെ ഉള്ളിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കണം. കുറച്ച് നേരമായാലും. അപ്പൊ എന്തായാലും എല്ലാവരെയും ഫീഡ്ബാക്കിന് വേണ്ടിയിട്ട് ക്ഷണിക്കണം. പ്ലീസ് വെൽക്കം. അബ്സാമേ പറഞ്ഞോളൂ. ബിജു സാർ പറഞ്ഞത് വളരെ കറക്റ്റാണ്. ഇപ്പൊ 2 ദിവസം മുന്നേ ഞാൻ കുറ്റിപ്പുറം ഭാഗത്ത് പോയപ്പോഴ് അവിടെ 2 സൈഡും ഇങ്ങനെ ജലം തിങ്ങി നിൽക്കണം. കര കവിയാനുള്ള ഒരു പാകത്തിലായിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ ഈ മണൽ വാരൽ എന്നുള്ള ആ ഒരു പദ്ധതി നമ്മുടെ ഭാഗത്തു നിന്നൊക്കെ എടുത്തു പോയപ്പോഴാണ് തോന്നുന്നു ആ ഒരു സംഭവം അങ്ങനെ വന്നിട്ടുള്ളത്. അപ്പൊ ഗവൺമെന്റ് തന്നെയാണ് അതിന് മുൻകൈ എടുക്കേണ്ടത്. അപ്പൊ നമുക്ക് ഈ വെള്ളപ്പൊക്കമൊക്കെ ഒരു പരിധി വരെ നമുക്ക് അങ്ങനെ നിയന്ത്രിക്കാനാവും. ഓക്കെ, താങ്ക് യു സാർ. ബേബി സാർ പ്ലീസ്. ബൈജു സാർ, ഒത്തിരി സാർ മ്യൂട്ടാണ്, ഒന്ന് മ്യൂട്ട് ഓൺ ആക്കും. ബേബി സാർ. ബൈജു സാർ, വളരെ മനോഹരമായി അഭിനന്ദനങ്ങളുണ്ട്. പക്ഷേ ഈ വിവരങ്ങൾ കഴിഞ്ഞ 16-ാം തീയതി, കഴിഞ്ഞ മാസം 16-ാം തീയതി സാറ് എടുത്ത ക്ലാസ്സിൽ എൻ്റെ ഒരു ഓർമ്മ ഇപ്പോഴും ഞാൻ മറന്നിട്ടില്ല. കാരണം അത് എപ്പോഴും എന്നെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ചൈനയിൽ ചെറിയ കുട്ടികൾ വാട്ടർ ബോട്ടിൽ കൊണ്ടുപോകുന്നു അല്ലേ, O2 കൊണ്ടുപോകുന്നു എന്ന് സാറെന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ ഇവിടുത്തെ തകരുന്ന പരിസ്ഥിതിയെ പോലെ ഈ പരിസ്ഥിതിയുടെ ഒരു പ്രശ്നവും നമ്മൾ ഇതിൽ പാലിക്കേണ്ട കുറേ മര്യാദകളുണ്ട് എല്ലാവരും. അങ്ങനെയായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഇതാ തൊട്ട് മുമ്പ് പറഞ്ഞ ഹഫ്സമോൻ പറഞ്ഞ പോലെ ഈ പുഴയിലെ മണൽ വാരാത്തത് ആഴം കുറയുന്നത് കൊണ്ടും ഇങ്ങനെ വെള്ളപ്പൊക്കത്തിന് കാരണമാകുന്നുണ്ടോ എന്നൊരു സംശയം തോന്നുന്നുണ്ട്. അതിപ്പം മണൽ മാഫിയ അങ്ങനെ എന്തെങ്കിലും ആണോ? ഏതായാലും സാറിൻ്റെ ക്ലാസ് നമുക്ക് ആഴങ്ങളിലേക്ക് പോയി. സാറ് അവസാന ഭാഗത്ത് പറഞ്ഞൊരു കാര്യം ഞാൻ ഓർമ്മിക്കുന്നു. നമുക്ക് ഓറഞ്ച് അലർട്ട് ആണെങ്കിൽ റെഡ് അലർട്ടിൻ്റെ ഒരുക്കങ്ങൾ നമ്മൾ ചെയ്യണം. ഒത്തിരി അഭിനന്ദനങ്ങൾ സാർ. താങ്ക് യു. താങ്ക് യു സാർ. നെക്സ്റ്റ്. അടുത്ത ആള് ആരാണ്? അംബികാമേമാണ്. മ്യൂട്ടാണ് അംബികാമേമൻ. ഓക്കെ,
താങ്ക് യു ബിജു സാറേ. നല്ലൊരു സെഷൻ ആയിരുന്നു. ഞാനിപ്പോ ഓർത്തു പോയത് എന്താ വെച്ചാൽ, നമ്മൾ സർവീസിലൊക്കെ ഇരിക്കുമ്പോൾ എപ്പോഴും കുട്ടികൾക്ക് നമുക്ക് അവയർനെസ് ക്ലാസ് നടത്തും, അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു പരിസ്ഥിതി വിദഗ്ധനെ കൊണ്ടുവന്ന് നമ്മളും ക്ലാസ്സിൽ ഇരിക്കാറുണ്ട്. ഇതൊക്കെ അന്ന് കേട്ട് അങ്ങ് മറന്നു പോകുന്നല്ലാതെ പിന്നീട് എന്താ ആക്ഷൻ അതിനകത്ത് വരുന്നുണ്ടെന്നുള്ളതാണ്. അപ്പൊ ചൈനയിലായാലും ജപ്പാനിലായാലും അങ്ങനെയാണെന്ന് തോന്നുന്നു. കുട്ടികളെയൊക്കെ അത് അതായത് ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ തുടങ്ങി കരിക്കുലത്തിൽ തന്നെ അത് പഠിപ്പിച്ചു വരുന്നുണ്ട്. നമ്മുടെ കുട്ടികൾ എന്ത് ചെയ്യുന്നു, നാളെ അവരുടെ ഭാവി എന്താണ്, അതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ നല്ലൊരു ക്ലാസ് ആയിരുന്നു സാറേ. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. താങ്ക് യു മനോജ് സാർ. താങ്ക് യു സേമാൻ സാർ. നല്ലൊരു സെഷൻ ആയിരുന്നു. കാരണം ഇപ്പോഴത്തെ കാലത്ത് പരിസ്ഥിതി അല്ലെങ്കിൽ കാലാവസ്ഥയെ കുറിച്ചൊന്നും സാധാരണക്കാർക്ക് അല്ല എന്നുള്ളതാണ്. അതിന് ഒരു നല്ലൊരു ബോധവൽക്കരണമാണ് നടത്തിയത്. പിന്നെ ഇപ്പോഴത്തെ തലമുറ ഭാവിക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു എന്നുള്ളത് നേരത്തെ അമ്പിയമ്മയും അതുപോലെ സാറൊക്കെ പറഞ്ഞ പോലെ ഒന്നും ചെയ്യുന്നില്ല. കുറച്ച് ഫോട്ടോയിലും റീൽസിലും വരാൻ വേണ്ടി മാത്രം കുറച്ച് എന്തെങ്കിലും ചെയ്യും. അത് കഴിഞ്ഞാൽ അതൊക്കെ നശിച്ചു. ആ ചെടി വെച്ച് പിടിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനെ പരിപാലിപ്പിക്കേണ്ട ഉത്തരവാദിത്വം കൂടെ അവർ ഏറ്റെടുക്കുന്നില്ല. എന്റെ അച്ഛൻ മരിച്ചത് 72ാമത്തെ വയസ്സിലാണ്. 71 വയസ്സ് കഴിഞ്ഞിട്ടും അച്ഛൻ വീടിന്റെ ചുറ്റുപാട് മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിരുന്നു. ഞാൻ തന്നെ ആലോചിച്ചത് എന്തിനാ അച്ഛന്റെ സമയത്ത് അടുത്ത് കഴിഞ്ഞു, ഇനി എന്തിനാ ഇതൊക്കെ വെച്ച് പിടിപ്പിക്കുന്നത്. അത് നമ്മളുടെ ഓരോരുത്തരും വിചാരിക്കേണ്ടതാണ്. ഇനിയുള്ള തലമുറയ്ക്ക് വേണ്ടിയിട്ടായാലും നമ്മൾ ഇതൊക്കെ ചെയ്യണം. എന്തായാലും നല്ലൊരു സെഷൻ ആയിരുന്നു. ഇറ്റ്സ് ആൻ ഐ ഓപ്പണിംഗ് സെഷൻ. താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു മനോജ് സാർ. മുഹമ്മദ് ഫാറൂഖ് സാർ പ്ലീസ്. ഗുഡ് മോർണിംഗ് സാർ. നമ്മുടെ ഈ കഴിഞ്ഞ വേൾഡ് കപ്പിൽ ലോകം ശ്രദ്ധിച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു. ജപ്പാൻ ഈ വേൾഡ് കപ്പിൽ അവർ പുറത്തായ സമയത്ത് അതിലേക്ക് കളിക്കാര് അടങ്ങിയ ആ സംഘം അവർ ചെയ്തെന്താ അറിയോ? അവര് ആ ഗാലറിയിലും ആ ഇതിലുള്ള എല്ലാ ചപ്പു ചവറുകളും അവര് കരഞ്ഞുകൊണ്ട് തോറ്റതിലുള്ള അത് ടീമിൽ നിന്ന് വേൾഡ് കപ്പിൽ നിന്ന് പുറത്തായ സങ്കടത്തോടൊപ്പം തന്നെ അവർ കരഞ്ഞുകൊണ്ടായിരുന്നു ആ ചപ്പിയോറുകൾ നീക്കിയത്. നമ്മുടെ മലയാളിയെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ നല്ലൊരു പാഠമാണ്. അതേപോലെ തന്നെ കുറെ ടൂറിസ്റ്റുകളായിട്ടുള്ള ജപ്പാനീസ് ഇവിടെ വന്ന സമയത്ത് അവര് നമ്മുടെ കൊച്ചി കായലിന്റെ പരിസരം വൃത്തിയാക്കിയിട്ടാണ് അവർ പോയത്. നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നതൊക്കെ നല്ല സംസ്കാരമൊക്കെ തന്നെയാണ്. പക്ഷെ പ്രായോഗിക തലത്തിൽ വ്യക്തി ജീവിതത്തിലേക്ക് അത് വരുന്നില്ല എന്നുള്ള ഒരു സങ്കടപരമായ ഒരു സന്ദേശമാണ് സാറിന്റെ ഈ സെഷനിൽ എനിക്ക് നൽകാനുള്ളത്. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു. താങ്ക് യു ഓൾ. താങ്ക് യു ഫാറൂഖ് സാർ. ഫസീല മാം പ്ലീസ് വെൽക്കം. സാർ, ഞാൻ ഒരുപാട് കാര്യങ്ങൾ മുൻപ് കേട്ടിട്ടുണ്ട്, മണ്ണിടിച്ചില് അത് ഇതൊക്കെ, പക്ഷെ ഒന്നും വ്യക്തത ഉണ്ടായിരുന്നില്ല. സാറിന്റെ ഈ ക്ലാസ് കേട്ടപ്പോ കുറെ കാര്യങ്ങള് നമുക്കൊരു ബോധ്യം വന്നു ഇങ്ങനെയൊക്കെ എന്നുള്ളത്. ഇപ്പൊ മണ്ണ് വാരിക്കൂടെന്നൊക്കെ നമുക്ക് തോന്നും. വെള്ളപ്പൊക്കം വരുമ്പോ പുഴയെന്നൊക്കെ മണല് വാരിക്കൂടെന്ന്. അപ്പൊ അത് മണല് വാരിയാലും കൂടുതൽ വാരിയാലും അത് പ്രശ്നമാണെന്നുള്ളതൊക്കെ ഇപ്പൊ സാറിന്റെ ക്ലാസ്സിൽ നിന്ന് മനസ്സിലായി. അതേപോലെ ബാംഗ്ലൂരൊക്കെ നിൽക്കുമ്പോൾ പറയും കൂടുതൽ ബിൽഡിങ്ങുകളൊക്കെ വരുന്ന അവിടെ ഭൂമി ഉൽക്കത്തിന് സാധ്യത ഉണ്ടെന്ന്. അപ്പോൾ നമുക്ക് വ്യക്തതയില്ല എന്തെങ്ങനെ മക്കള്. സാറിന്റെ ക്ലാസ് കേട്ടപ്പോൾ മനസ്സിലായി. ശാസ്ത്രീയമായിട്ടുള്ള കെട്ടിട നിർമ്മാണം അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ കുറെ കാലം ബോധ്യായി. താങ്ക് യു സാർ, അടിപൊളി ക്ലാസ് ആയിരുന്നു. താങ്ക് യു മാം. താങ്ക് യു. രഞ്ജിത്ത് സാർ പ്ലീസ് വെൽക്കം. താങ്ക് യു ജയപ്പൻ സാർ. സാറ്, നമ്മള് അടച്ചു വെച്ചിരുന്ന കണ്ണുകളെ പിടിച്ചു തുറപ്പിക്കുന്ന ഒരു സെഷനായിരുന്നു സാറിൻ്റെത്. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ സ്കൂളിൽ പഠിക്കുന്നു, വാർത്തകളിൽ വായിക്കുന്നു, എല്ലാം വായിച്ചിട്ട് നമ്മൾ കണ്ണടച്ചോണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഹിപ്പോപ്പൊട്ടാമസ് പോലെ മുങ്ങി കിടക്കുകയാണ്. പക്ഷെ സാർ അത് ഞങ്ങളെല്ലാം ഒന്ന് പൊക്കിയെടുത്തു, കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു. പിന്നെ സാറ് പറഞ്ഞ പോലെ എനിക്കും ഞാൻ ആലോചിക്കാറുണ്ടായിരുന്നു, ഈ പഞ്ചാബിൽ ഒരു 5 നദിയായിട്ട് അവർ അത്ര ഫേമസ് ആണല്ലോ. നമ്മുടെ കേരളത്തിൽ 44 നദി ഉണ്ടായിട്ടും അതിനെപ്പറ്റി ആരും പറയാറില്ലല്ലോ എന്ന് ഉള്ള സാറ് പറഞ്ഞ മിനിമം എന്തുകൊണ്ട് 50 കിലോമീറ്റർ വേണമെന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ സാർ? അത് സാറ് മനനണ്ടായിട്ട് പറഞ്ഞത് നദികൾക്ക് അങ്ങനെയല്ല. നമ്മള് കേരളത്തിൽ 15 കിലോമീറ്റർ മുകളിലേക്കുള്ള നദിയായിട്ട് കൂട്ടുകയാണ്. മറ്റുള്ള രാജ്യങ്ങളിലും സംസ്ഥാനങ്ങളിലൊക്കെ ഇതൊക്കെ എന്ന് വെച്ചാൽ നീർച്ചാലുകൾ മാത്രമാണ്. നമ്മുടെ സൗകര്യത്തിന് ശരിക്കും അത് പശ്ചിമഘട്ടം അല്ലെങ്കിൽ മലനിരയിൽ നിന്ന് ഉത്ഭവിച്ച് കടലിൽ ചേരുന്നതുകൊണ്ടാണ് നമ്മളിതിനെ പുഴയായിട്ടും ഒക്കെ കണക്കൂട്ടുന്നത്. ശരിക്കും മറ്റുള്ള സ്ഥലങ്ങളിൽ നീർച്ചാലുകൾ മാത്രമാണ്. അവിടെ വീതി കുറഞ്ഞ ഒരു പ്രദേശമാണ്. കേരളത്തിൽ വീതി കുറഞ്ഞ നമുക്ക് അറിയാമല്ലോ. 15 കിലോമീറ്റർ മുതൽ 44-45 കിലോമീറ്റർ വരെയൊക്കെയാണ് പലയിടത്തും വീതി ഉള്ളൂ. അതുകൊണ്ടാണ് ചെറിയ പുഴകൾ ആയിട്ട് വരുന്നത്. അതായത് നമ്മൾ 15 കിലോമീറ്റർ വരെയുള്ള ഇനി പുഴയായിട്ട് കൂട്ടിയിട്ടുണ്ടെന്ന്. അതെ അതെ അതെ. ഇപ്പം മഞ്ചേശ്വരം പുഴയാണ് ഏറ്റവും ചെറുത്, 16 കിലോമീറ്റർ ആണ് അതിന്റെ നീളം. ഓക്കെ ഓക്കെ സാർ. ഇപ്പോൾ അതിലൊരു വ്യക്തത വന്നു. അല്ലെങ്കിൽ ഇതൊരു സംശയമായി കിടക്കുന്നുണ്ടായിരുന്നു. വളരെ അടപ്പിച്ച കണ്ണുകൾ തുറന്ന സാറിന് അഭിനന്ദനങ്ങൾ സാർ. താങ്ക് യു. താങ്ക് യു രഞ്ജിത്ത് സാർ. കബീർദാസ് സാർ പ്ലീസ് വെൽക്കം.
ഗുഡ് മോർണിംഗ് സാർ. ബിജു സാർ നല്ല ട്രെയിനിങ് ആയിരുന്നു. മാത്രമല്ല സാറിന് ഈ കാര്യങ്ങളെ കുറിച്ച് നല്ല ഡീപ്പായ നോളജ് ഉള്ള ഒരു വ്യക്തിയാണ് കൂടെയാണ്. പിന്നെ എൻ്റെയൊക്കെ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നത്, എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞങ്ങളൊക്കെ പുരയുടെ സ്ഥലങ്ങൾ, ഒരേക്കർ സ്ഥലം ഉണ്ടെങ്കിൽ അത് തെങ്ങും തോപ്പും മറ്റും തെങ്ങും പരവും ഒക്കെ ഉള്ളത്, അതിൻ്റെ എല്ലാം മൂട്ടിൽ നല്ല കൃഷി ചെയ്യുമ്പോൾ ഓരോ വർഷവും വിചാരിക്കുന്ന ഒരു തട്ടിലെ വെള്ളം മറ്റൊരു തട്ടിലേക്ക് ഇറങ്ങിപ്പോരത്തക്ക രീതിയിലാണ് അന്നത്തെ കൃഷി. തെങ്ങിൻ്റെ മൂടൊക്കെ ഇങ്ങനെ അകന്നു വെക്കും മഴ സീസൺ ആവുന്നതിന് മുമ്പ്. ആ തെങ്ങിൻ്റെ മൂട്ടിൽ പെയ്തിറങ്ങുന്ന മഴ അതിൻ്റെ മൂട്ടിൽ തന്നെ നിൽക്കുന്ന ഒരു രീതി. പിന്നെ വയലുകൾ, അത് ഓരോ പ്രാവശ്യവും നമ്മുടെ വയലിലെ വെള്ളം മറ്റൊരാളുടെ വയലിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി അത് പണകളിലാക്കി കൃത്യമായി അവിടെ പെയ്യുന്ന വെള്ളം അവിടെ സ്റ്റോർ ചെയ്തിരുന്നു. ഇത്തരം സ്റ്റോറേജ് ഒരു 100-ൽ-1 കുറഞ്ഞു കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഒട്ടും തന്നെ കൃഷി സ്ഥലങ്ങൾ കൃഷി ഇല്ലാത്തത് ഒരു പരിധിവരെ ഈ വെള്ളപ്പൊക്കത്തിനൊക്കെ കാരണമാകുന്നില്ലേ എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. എന്തായാലും സാറിൻ്റെ ട്രെയിനിങ് ഒരുപാട് പേർക്ക്, സാർ ഇന്ന് പറഞ്ഞു തന്ന അറിവ് ഒരുപാട് പേർക്ക് ഉപകാരപ്രദമാകുന്നതാണ്. പിന്നെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങൾ, നമ്മൾ സാധാരണ വ്യക്തികൾക്ക് ചെയ്യാൻ കഴിയുന്ന വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുകയും സ്വാഭാവികമായ വെള്ളത്തിന്റെ ഒഴുക്ക് തടയുന്ന രീതികളിലുള്ള പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ ഏർപ്പെടാതിരിക്കുകയും ചെയ്യാൻ എല്ലാവരും ശ്രദ്ധിക്കണം എന്ന് കൂടി പറഞ്ഞുകൊണ്ട് സാറിന് ഒരുപാട് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. താങ്ക് യു സാർ. താങ്ക് യു കബീർദാസ് സാർ. ഒരുപാട് നേരത്തെ പറഞ്ഞല്ലോ, ഒരുപാട് അറിവുകൾ നമ്മളൊക്കെ എല്ലാവർക്കും അറിയാം ഈ സംഭവങ്ങൾ ഇങ്ങനെയൊക്കെയാണെന്നുള്ളത്. പക്ഷേ അതാരും മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല, സ്വന്തം റിസ്ക് എടുത്തിട്ട് നടത്തുന്നില്ല. അതാണ് കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ കുറെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്നുള്ളൂ. മനു സാറ് ക്വിസ് മത്സരത്തിന് അത് തയ്യാറല്ലേ? നിങ്ങൾ ഓക്കെ അല്ലേ? ഏതായാലും ഓക്കെയാണ്. ചിരി ചിന്താ ഓക്കെ. വിജ്ഞാനം എന്ന ഒരു പ്രോഗ്രാമായ ക്വിസ് മത്സരത്തിന് പ്രിയപ്പെട്ട മനോജ് സാറിനെ ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. താങ്ക് യു ചെയർമാൻ. ഇന്നത്തെ സെഷനിൽ ആദ്യമായിട്ട് കയറിയവരോട് ഒരു കാര്യം, അതായത് ക്വിസ് മത്സരം, ഒരു ചോദ്യം ചോദിക്കുന്നു, ആ ചോദ്യത്തിന് ഉത്തരം ചാറ്റ് ബോക്സിലൂടെ മാത്രം നൽകാം. ഓരോ റൈറ്റ് ആൻസറും ആദ്യം പറയുന്ന ആൾക്ക് 100 പോയിന്റ്സ് ആണ്. അത് അങ്ങനെ 100 പോയിന്റ്സ് നേടുന്ന ആള് ഇന്നത്തെ സ്റ്റാർ ഓഫ് ദ ഡേ ആയിരിക്കും. അവരുടെ മനോഹരമായ ഒരു ഫോട്ടോ നമ്മൾ ഷെയർ ചെയ്യുന്നു എല്ലാ ഗ്രൂപ്പുകളിലേക്കും. അതിനുശേഷം ഒരാഴ്ചയിലെ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന ആള് സ്റ്റാർ ഓഫ് ദ വീക്ക് ആയിരിക്കും. സ്റ്റാർ ഓഫ് ദ വീക്ക്. അപ്പൊ ഇന്നത്തെ 3 ദിവസം കഴിയുമ്പോൾ ഇന്നത്തെ ഇതുവരെയുള്ള വിന്നേഴ്സിനെ നമുക്കൊന്ന് നോക്കാം ആരാണെന്ന്. 1 മിനിറ്റ്. എന്റെ പ്രൊഫൈൽ പിക്ചർ കാണുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ. റബൂഫ് സാർ 200 പോയിന്റ്സ്, മാഷ് 100 പോയിന്റ്സ്. കാണുന്നില്ലേ? യെസ് കാണുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഇന്നത്തെ ചോദ്യം ഇതുപോലെ നിങ്ങൾ സ്ക്രീനിലേക്ക് നോക്കിയാൽ മതി. അപ്പൊ അവിടെ നിന്നാണ് നിങ്ങളുടെ ചോദ്യം വരുന്നത്. ഇപ്പൊ കാണുന്നുണ്ടല്ലോ, കുറെ നമ്പർ പ്ലേറ്റുകൾ കാണുന്നുണ്ട് ഇല്ലേ? കേരളത്തിലെ ഓരോ ജില്ലയെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഓരോ നമ്പർ പ്ലേറ്റ്. എന്റെ ചോദ്യം ഇതാണ്, ഇതിലില്ലാത്ത ജില്ല ഏതാണ്? KL01 എന്ന് പറഞ്ഞ തിരുവനന്തപുരം. എന്റെ ചോദ്യം ഇതാണ്, ഇതിലില്ലാത്ത ജില്ല ഏതാണ്? ഏത് ജില്ലയുടെ നമ്പർ പ്ലേറ്റ് ആണ് ഇതിലില്ലാത്തതെന്ന് മാത്രം പറഞ്ഞാൽ മതി. യുവർ ടൈം സ്റ്റാർട്ട് നൗ. ആൻസർ വന്നു കഴിഞ്ഞാൽ എനിക്ക് സ്ക്രീൻ മാറ്റണം. 3-4 ആൻസർ വന്നു കഴിഞ്ഞാൽ ഞാൻ സ്ക്രീൻ മാറ്റും. അതിനുള്ളിൽ പെട്ടെന്ന് നോക്കിയിട്ട് പറയാം, വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് നോക്കാം. ഓക്കെ. ഏത് ജില്ലയാണെന്ന് മാത്രം ടൈപ്പ് ചെയ്താൽ മതി. ഓക്കെ. അപ്പൊ നമുക്ക് ഉത്തരത്തിലേക്കൊന്ന് പോകാം. വെയിറ്റ്. അപ്പൊ ആൻസർ നോക്കട്ടെ. ഏറ്റവും ആദ്യത്തെ ആൻസർ ട്രിവാൻഡ്രം ആണോ? ഹേമരഞ്ജിനി. ട്രിവാൻഡ്രം. റോങ് ആൻസർ. ദെൻ ഇടുക്കി. പിന്നെ രഞ്ജിത്ത് മാർക്കോസ് പട്ടം. കാലിക്കറ്റ്. ബേബി മാനോ 3. ആലപ്പുഴ. തൃശൂർ 4. ഇടുക്കി 4. വയനാട് പത്തനം. എന്തായാലും രഞ്ജിത്ത് സാറ് പത്തനംതിട്ട ആണ് ഉദ്ദേശിച്ചത്. ഓക്കെ, അത് കുഴപ്പമില്ല. ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ആ രണ്ടാമത്തെ തവണ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം മുരളിയേട്ടൻ വളരെ കറക്റ്റ് ആയിട്ട് പത്തനംതിട്ട ടൈപ്പ് ചെയ്തിട്ടുണ്ട്. എങ്കിൽ പോലും അത് രഞ്ജിത്ത് സാറിന് കൊടുക്കാൻ കാരണം അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട് ഇത് പത്തനംതിട്ട ആണെന്ന്. അത് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്. അപ്പോ ഇന്നത്തെ വിന്നർ രഞ്ജിത്ത് മാർക്കോസ് സാറാണ്. കൺഗ്രാറ്റുലേഷൻസ് രഞ്ജിത്ത് സാർ. ഓവർ ടു ചെയർമാൻ. താങ്ക് യു മനോജ് സാർ. വളരെ ഭംഗിയായിട്ട് തന്നെ വളരെ കുറച്ചു നേരം കൊണ്ട് ഇന്നത്തെ ക്വിസ് മത്സരം അവസാനിപ്പിച്ചു. കൺഗ്രാറ്റുലേഷൻ രഞ്ജിത്ത് സാർ. നിമിഷ നേരം കൊണ്ട് പ്രകൃതി മനുഷ്യനെ മാറ്റിമറിക്കുന്ന അവസ്ഥ പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണല്ലേ. വലിയ കോടീശ്വരന്മാര് ദാരിദ്ര്യത്തിന്റെ അടുക്കലേക്ക് എത്തുന്നത്, ആർഭാടത്തിൽ ജീവിച്ചവരൊക്കെയും എന്താ പറയാ,
മറ്റൊരാളുടെ ഭക്ഷണത്തിൽ നിന്നും പകുത്ത് കഴിക്കാൻ താല്പര്യമില്ലാത്തവർ കഴിക്കേണ്ട അവസ്ഥയ്ക്കാണ് പ്രകൃതി നമുക്ക് കാണിച്ചു തരുന്നത്. പ്രകൃതിയുടെ എല്ലാവിധ ബുദ്ധിമുട്ടിൽ നിന്നും നമ്മളെ ദൈവം കാക്കട്ടെ, അല്ലെങ്കിൽ പ്രപഞ്ചം കാത്തിരക്ഷിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാനുള്ളൂ പറ്റുക. കാരണം ഏത് നിമിഷവും എങ്ങനെയാണ് നമ്മുടെ അടുക്കലേക്ക് ദുരന്തങ്ങൾ വന്നു ചേരുന്നതെന്ന് ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. പല വിധത്തിലാണ് വരുന്നത്. കേട്ടുകേൾവിയില്ലാത്ത സുനാമി എന്ന് പറഞ്ഞ സംഭവത്തിലൂടെ ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് ആളുകൾ മരിച്ചുപോയി. അതുപോലെ തന്നെ 2019 സാറ് പറഞ്ഞത്, ഏറ്റവും കൂടുതൽ നമ്മളടക്കം ഈ ഇത്രത്തോളം കേരളത്തില് ദുരിതം അനുഭവിക്കുന്ന ഒരു സംഭവമാണ് ഈ പ്രളയം. ഭീകരമായ ഒരു അവസ്ഥയാണ്. ഒരു മഴ പെയ്തു കഴിഞ്ഞാല് മനുഷ്യന്റെ മനസ്സിൽ വല്ലാത്തൊരു വേവലാതിയും ബേജാറാണ്. അത് ഇനി ടൗണിലുള്ള ആളാണെന്നുണ്ടെങ്കിലും ശരി, മലയോരത്തുള്ള ആളാണെങ്കിലും ശരി, വല്ലാത്തൊരവസ്ഥയിലാണ് നമ്മൾ കടന്നു പോകുന്നത്. ഏതായാലും ഇന്നത്തെ ഈ ദിവസം ധന്യമാക്കാൻ നമുക്ക് എല്ലാവർക്കും കഴിഞ്ഞുവെന്ന് ആത്മാർത്ഥമായിട്ട് മനസ്സിലായത് വളരെ സന്തോഷം. ഇന്നത്തെ നന്ദി പറയാൻ വേണ്ടിയിട്ട് നമ്മളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട വിനോദ് സാറിനെ ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പ്ലീസ് വെൽക്കം വിനോദ് സാർ. താങ്ക് യു ഉസ്മാൻജി ഫോർ ദി വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി. ഏതായാലും സന്തോഷം. രാവിലെ തന്നെ കുളിക്കാൻ കയറിയ സമയത്താണ് ഉസ്മാൻജി വിളിക്കുന്നത് ഈ സ്വാഗതം പറയണമെന്ന്. അപ്പം എനിക്ക് തോന്നി ഞാൻ കുളിച്ച് കഴിയില്ല, നന്ദി പറയാന്ന് ചോദിച്ചപ്പോൾ നന്ദി പറയാന്ന് ഏറ്റു. അതിന് ഒരു 2 കാരണമുണ്ട്. കാരണം എൻ്റെ ഈ ഒരു അവസരത്തിൽ 2 ഇരട്ടി മധുരമുണ്ട്. കാരണം വെച്ചാൽ ഇപ്പോൾ ഇതിൽ ക്ലാസ് എടുക്കുന്ന ബിജു സാറ് എൻ്റെ ഡിപ്പാർട്ട്മെന്റിലെ ഒരു RFO ആയിരുന്നു, റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ. ഞാനും ഫോറസ്റ്റിൽ നിന്ന് റിട്ടയർഡാണ്. സാറിനെ എനിക്ക് പരിചയമില്ല, പക്ഷേ ആ റേഞ്ച് ഓഫീസർമാരുടെയൊക്കെ അവലാതി നമുക്കറിയാം ഒരു മഴക്കാലം വരുമ്പോൾ. കാരണം ഞാൻ 2018 പ്രളയത്തിൽ നിലമ്പൂരിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഏതോ സന്തോഷം. എല്ലാവർക്കും ആദ്യമായിട്ട് തന്നെ ഒരു നന്ദി പറയുകയാണ്. പക്ഷെ ഇതിൽ ഏറ്റവും മനോഹരമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സാറിന്റെ ഒന്നും പറയണ്ട നമ്മൾ. കാരണം സാറ് പറഞ്ഞ ഒറ്റ സെന്റൻസ് മതി. അതായത് കേൾക്കുന്നില്ല ഉസ്മാൻജി? കേൾക്കുന്നില്ലേ? ഉണ്ടോ? കേൾക്കുന്നുണ്ടോ? ഏറ്റവും മനോഹരമായ മെസ്സേജ് എന്ന് പറഞ്ഞാല് പിന്നെ പ്രകൃതിയെ നമ്മളൊരു ഇരയായി കാണാതെ അമ്മയായി കാണണം എന്ന് പറഞ്ഞ സെന്റൻസ് ആണ് നമ്മൾ ഏറ്റവും അധികം സ്വാധീനിച്ചിട്ടുള്ളത്. അതിലപ്പുറം നമുക്ക് വേറെ ഒന്നും പറയാനില്ല. അത് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് ഗാന്ധിജിയുടെ വാക്കുകളാണ്. കാരണം മനുഷ്യന്റെ ആവശ്യത്തിനും ആർത്തിക്കുമുള്ള എല്ലാ സംഭവവും ഈ ഭൂമിയിലുണ്ട്, എല്ലാ കാര്യവും ഈ ഭൂമിയിലുണ്ട്. പക്ഷെ അതിന്റെ അത്യാർത്തിക്കുള്ളതൊന്നും ഈ ഭൂമിയിലില്ല. കാരണം നമ്മൾ അത്യാർത്തി കൊണ്ട് കാട് വെളിപ്പിക്കുന്നു, അല്ലെങ്കിൽ മല ഇടിച്ചു നിരത്തുന്നു, അല്ലെങ്കിൽ കെട്ടിടങ്ങൾ പണിയുന്നു, നമുക്ക് ഇനി ലാഭം വേണം, നമ്മുടെ സെൽഫിഷ് മോട്ടീവ് കൊണ്ട് നമ്മളുണ്ടാവും. പിന്നെ സാറ് പറഞ്ഞത് ഒരു വലിയൊരു വാർണിംഗ് ആണ്. 150 കൊല്ലത്തിന് ശേഷം വരാൻ പോകുന്ന ഏറ്റവും വലിയ ഒരു വരൾച്ചയിലേക്ക് നമ്മൾ പോകുന്നു സാറ് പറയുന്നു. അതുപോലെ എക്സ്റ്റിങ്ക്റ്റ് ആവുന്നു 5 വർഷത്തിന് ശേഷം. ആറാമത്തെയോ മറ്റോ എക്സ്റ്റിങ്ഷനാണ് വരാൻ പോകുന്നത്. അത് വംശനാശം സംഭവിക്കാൻ പോകുന്നത്. ഇതിനൊക്കെ നമുക്ക് ഇങ്ങനെ പറഞ്ഞു തരാനല്ലാതെ അതിന്റെ പ്രിക്കോഷൻ നമുക്ക് കൊണ്ട് എടുപ്പിക്കാനല്ലാതെ മറ്റോ നമുക്ക് ചെയ്യാനില്ല. വളരെ മനോഹരമായ ഒരു ക്ലാസ് ആയിരുന്നു. എനിക്ക് ഇന്ന് വേറൊരു ഇത് എനിക്ക് ഈ അവസരം തന്നില്ലെങ്കിൽ ഞാനിത് പ്രിവിലേജ് പിടിച്ചു വാങ്ങുമായിരുന്നു. കാരണം ചിലപ്പോൾ നമ്മൾ മനോജ് സാറ് ഇപ്പം ഈ വിന്നർ കൊടുക്കുകയും ചെയ്യുമല്ലോ നമ്മളെ ക്വിസ് കോമ്പറ്റീഷന്റെ. കാരണം എന്ന് വെച്ചാൽ പിന്നെ ഇന്ന് എനിക്ക് വേറെ സന്തോഷങ്ങളുണ്ട്. കാരണം മാതൃഭൂമിയിൽ രാമം പുണ്യകഥാമൃതം എന്ന് പറഞ്ഞുകൊണ്ട് രാമായണത്തിലെ ഒരു ശകലങ്ങൾ വെച്ചുള്ളൊരു പങ്ക്തി വരാറുണ്ട് ഒരു മാസം മുഴുവനായിട്ട്. അതിൽ ഇന്ന് എൻ്റെ പങ്ക്തിയാണ് വന്നിട്ടുള്ളത്. അത് എല്ലാവരും വായിക്കുന്നവർ ഞാൻ പറയുന്നത് കോപ്പിട്ടൊക്കെ ഇട്ടിട്ടുണ്ട്, എല്ലാവരും വായിക്കുക. അപ്പൊ ഏതായാലും സന്തോഷം. നമുക്ക് ആദ്യമേ നന്ദി പറയേണ്ടത് എനിക്ക് തോന്നുന്നത് ഈ ഇതിന്റെ പയനിയർ ആയിരിക്കുന്ന നമ്മളെ ഹിഷാം സാറാണ്. സാറിന് കുറെ കാണുന്നില്ല. കാരണം ഇങ്ങനെ ഒരു ക്രിയേറ്റിവിറ്റി, ഒരു ഭയങ്കരമായ ഒരു ഫ്ലോർ, അങ്ങനെ ഒരു ഇങ്ങനെ ഒരു റൂം ഉണ്ടാക്കിയെടുക്കുന്ന എന്ന് പറഞ്ഞാൽ ഏറ്റവും മനോഹരമായ ഒരു സംഭവമാണ്. പിന്നെ നമ്മുടെ എവർ ആക്റ്റീവ് ആയിട്ടുള്ള ഉസ്മാൻജി, മലേഷ്യയിൽ നിന്ന് രാവിലെ 7 മണിക്ക് എല്ലാ ദിവസവും, എനിക്ക് പോലും വെറുതെ, ഞാനിപ്പോൾ പലപ്പോഴും വെറുതെയാണ് ട്രെയിനിങ്ങിനൊക്കെ എടുക്കാൻ അത്യാവശ്യം പോകും, പുറത്തു പോകും, പല ആഴ്ചകളിൽ വെറുതെ ആയിട്ട് പോലും നമുക്ക് സമയത്തിന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവുന്നു. പക്ഷെ ഉസ്മാൻജി വളരെ കറക്റ്റായിട്ട് വരും. പിന്നെ ഉണ്ടാകുന്നത് നമ്മുടെ മുജീബ് സാർ, എവർ പ്ലസന്റ് മുജീബ് സാർ ഉണ്ടാവുന്നു. അത് കോർഡിനേറ്റർ ആയിട്ടുള്ള ശ്രീജിത്ത് സാർ, നമുക്കറിയാം വളരെ ആക്റ്റീവ് ആയിട്ട് ഉണ്ടാകുന്ന ശ്രീജിത്ത് സാർ. പിന്നെ എവർ സ്മൈലിംഗ് എന്ന് പറയാം നമ്മുടെ രേഖ മേഡം ഉണ്ടാവുന്നു. അതേപോലെ നമ്മളുടെ പിന്നെ ആരാണ് കോർഡിനേറ്റർ? ഉസ്മാൻജി അടുത്തയാള് ഉണ്ടല്ലോ. പിന്നെ ഉള്ളത് നമ്മളെ ക്വിസ് മാസ്റ്റർ ആണ്. നമുക്കറിയാം ഇപ്പോൾ എല്ലാ ദിവസവും രാവിലെ ഓരോ പുതിയ ഉത്തരം നമുക്ക് എന്താ അടിക്കുമ്പോഴേക്ക് നമ്മളിത് കാണുമ്പോഴേക്ക് ചോദ്യം കാണുമ്പോഴേക്ക് ഉത്തരം ABCD ഒക്കെ വന്നു പോകും. അപ്പം പറയാൻ കഴിയുള്ളത് വെച്ചാൽ ഒരു പ്രാവശ്യം എങ്ങനെയോ അതിൽ കയറിപ്പോയി. പത്തനംതിട്ട പീട്ടെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പത്തനംതിട്ടയാണ്, കാരണം വേറെ ജില്ലയിലില്ലല്ലോ. അപ്പൊ അങ്ങനെ കൊടുക്കാനുള്ള അഭിപ്രായം എനിക്കുണ്ട്. കാരണം കോഴിക്കോട് നിന്നും അടിക്കാൻ സാർ ചിലപ്പോൾ പറ്റുണ്ടാവില്ല, കാരണം അപ്പോഴൊക്കെ ആൾക്കാർ അടിച്ചു പോയിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് നമ്മൾ പത്തനംതിട്ട എന്ന് എന്ന് കണ്ടാൽ നമുക്ക് പത്തനംതിട്ട കാണാം. അപ്പൊ അതിൽ നല്ല ഡിസിഷൻ ഉണ്ടായിരുന്നു, കുഴപ്പമുണ്ടായിരുന്നില്ല, കാരണം എല്ലാം അടിച്ചു വരാൻ കഴിയില്ല. അപ്പൊ ഇതിൽ വലിയ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു കാര്യത്തിൽ എനിക്ക് ഈ ഒരു പ്രിവിലേജ് തന്നതിൽ. എല്ലാവരോടും ഈ റൂമിലുള്ള എല്ലാവർക്കും നന്ദി അറിയുന്നു. പാർട്ടിസിപ്പത്തിൽ പ്രത്യേകം എല്ലാ തിരക്കുകളും മാറ്റി വെച്ചുകൊണ്ട് റെജി സാറൊക്കെ താടിക്കൈ കൊടുത്തിട്ടുണ്ട്, എവിടെ പോകാൻ വേണ്ടിയിട്ടുള്ള പരിപാടി ഒന്നും ഇങ്ങനെ ഇരിക്കുന്നുണ്ട് സാർ, ഇപ്പൊ കഴിയും. അപ്പൊ എല്ലാ പിന്നെ പാർട്ടിസിപ്പൻസിനും ഈ റൂമിൽ ഇന്ന് വന്നിട്ടുള്ള എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുന്നു. താങ്ക് യു ഫോർ ദി പ്രിവിലേജ് വൺസ് അഗൈൻ. ഉസ്മാൻജി, ഓവർ ടു ഉസ്മാൻജി.
താങ്ക് യു വിനോദ് കുമാർ സാർ. എന്താ പറയാ, വളരെ സ്മൂത്ത് ആയിട്ടുള്ള, എല്ലാവരെയും എടുത്തുകൊണ്ട് സ്നേഹത്തിൽ ചാലിച്ച ഒരു നന്ദിയാണ് നിങ്ങൾ പറഞ്ഞത്. നിങ്ങളുടെ കൂടെ ജോലി ചെയ്തത് അല്ലെങ്കിൽ ഒരേ ഇതിലൂടെ വർക്ക് ചെയ്ത ആ സാറിന്റെ ക്ലാസ്സിൽ നിന്ന് നന്ദി പറയാൻ കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് എന്ന് അറിയിച്ചതിൽ നമുക്കും വളരെ സന്തോഷം. തീർച്ചയായും. അതെ, മഴ എന്ന് പറയുന്നത് പ്രകൃതിയെ കുറിച്ചിട്ട് നമുക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. പ്രശ്നങ്ങൾ വരുമ്പോൾ മൂപ്പരും ഫുള്ള് ഭീകരതയാണല്ലോ കൊണ്ടുവരുന്നത്. ഉള്ളവന് മഴ കവിതയായിരിക്കും, ഇല്ലാത്തവന് മഴ ദാരിദ്ര്യം വിളിച്ചു വരുത്തുക ചെയ്യുക. അപ്പൊ എന്താണെന്നുണ്ടെങ്കിലും ഉള്ളവന് മഴയെ കുറിച്ചിട്ട് ഉസ്മാജി എങ്ങനെ ഉസ്മാജി വേറെ സംഭവമുണ്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ച എന്റെ FB പോസ്റ്റിലെ രാത്രി നല്ല മഴ പെയ്യുമ്പോൾ മഴ എടുത്തിട്ട് ഞാനിങ്ങനെ ഈ ഗൃഹാതുര സ്മരണ എന്താ പറയാ നൊസ്റ്റാൾജിക് നമ്മൾ ഇട്ടു. അപ്പോ ഒരാൾ അതിനെഴുതി കമന്റ് ഇട്ടാണ് സ്വന്തം വീട്ടുമുറ്റത്ത് വെള്ളം കയറുമ്പോ അറിയുള്ളൂ. അതെ, തീർച്ചയായിട്ടും. നമുക്ക് നൊസ്റ്റാൾജി ഒക്കെ പറഞ്ഞിരിക്കാം, പക്ഷെ അത് സ്വന്തം വീട്ടുമുറ്റത്തെത്തുമ്പോൾ സംഭവം മനസ്സിലാവുക. ഓക്കെ, അതെ അതെ, തീർച്ചയായിട്ടും. അതാണ് നമുക്ക് ഉള്ളവനെ ഈ മഴ അത് കവിതയായിരിക്കും, പ്രണയിനെ കുറിച്ചിട്ട് വർണ്ണിക്കാം, പല കാര്യങ്ങൾ കൊണ്ടും വർണ്ണിക്കാൻ കഴിയും. ഇല്ലാത്തവൻ അത് ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലേക്ക് കൊണ്ടുപോയി തള്ളുക ചെയ്യുക. ഭക്ഷണത്തിനും മറ്റുള്ള കാര്യത്തിനും ചോർന്നൊലിക്കുന്ന ഒരു വീടും അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയൊക്കെയാണെന്നുണ്ടെങ്കിൽ വല്ലാത്ത വേദനാജനകമായ ഒരു അന്തരീക്ഷമാണ്. നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും, ഓ നമ്മൾ ഓക്കെ ആണല്ലോ എന്ന്. നേരെ മറിച്ച് നമ്മൾ അപ്പുറത്തൊരു 4 വീട് വിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ വളരെ ബുദ്ധിമുട്ടിലായിരിക്കും. അതൊന്നും നമ്മൾ ശ്രദ്ധിക്കുക. ഈ മഴക്കാലത്തൊക്കെ നമ്മളെ കൂടെയുള്ള സഹജീവി സ്നേഹം അതിനൊക്കെ വേണ്ടിയിട്ടായിരിക്കും പ്രകൃതി ഒരുക്കി തരുന്നത്. ആരെങ്കിലും പട്ടിണി കിടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ കണ്ണ് തുറപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോ ബേബി സാറൊക്കെ പാലിയേറ്റീവ് കെയറിന്റെ ആളാണ്. അപ്പൊ അവർക്കൊക്കെ നമ്മൾ പറയാൻ തന്നെ അറിയാം. അങ്ങനെ ഒരുപാട് വ്യക്തികൾ ഇതില് സഹജീവികളെ സ്നേഹിക്കുന്നുണ്ട് നമുക്ക് നന്നായിട്ട് അറിയാം. എന്നും ട്രെയിനിങ്ങിലൂടെ നമ്മളെ മോട്ടിവേഷൻ കിട്ടിക്കൊണ്ട് മോട്ടറാക്കിയിട്ട് മേലേക്ക് കയറുന്നതിന് പകരം ഇങ്ങനെയുള്ള ക്ലാസ്സുകളൊക്കെ എടുക്കാൻ വന്ന ബൈജു സാറിന് ഞാൻ ഹൃദയത്തിൽ ഒരു നന്ദി അറിയിക്കുകയാണ്. കാരണം പ്രകൃതിയെ നമ്മൾ സ്നേഹിച്ചു കഴിഞ്ഞാലുള്ളൂ നമ്മൾ വരും തലമുറയ്ക്ക് ഇത് അനുഭവിക്കാനും ആസ്വദിക്കാനും പറ്റുള്ളൂ. നമുക്ക് പല കാര്യങ്ങൾ കണ്ടുപിടിക്കാനും അല്ലെങ്കിൽ അത് പഠിക്കാനൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. പക്ഷെ എങ്ങനെ ഏത് ലെവലിലാണെന്ന് എല്ലാവരും പറയും. സർക്കാരിനെ കുറ്റം പറയും, അല്ലെങ്കിൽ മനുഷ്യന്മാരെ കുറ്റം പറയും, മണ്ണെടുക്കണോ കുറ്റം പറയും. എല്ലാവർക്കും അത്യാവശ്യമുള്ള കാര്യമാണ്. കാരണം ഈ മണ്ണിൽ നിന്നാണ് സകല സാധനങ്ങളും ഉണ്ടാക്കിയെടുക്കുന്നത്. ഒരു വീടാണെന്നുണ്ടെങ്കിൽ ശരി, അല്ലെങ്കിൽ ഒരു കുഴിയുള്ള ഒരു ഭാഗം മണ്ണിട്ട് നികത്തുമ്പോൾ അതാ ആ വീട്ടുകാരന്റെ സ്വപ്നമാണ് അവിടെ പൊങ്ങി വരുന്നത്. അപ്പൊ നമ്മൾ മണ്ണെടുത്തവനെ കുറ്റം പറയും, പക്ഷെ അവന്റെ സ്വപ്നം അവിടെ തകരുകയാണ്. ഏതായാലും പ്രകൃതിക്ക് വലിയ വേദനയൊന്നും കൊടുക്കാതെ നമ്മളൊരു മരം മുറിച്ചു കഴിഞ്ഞാൽ 2 മരം നടാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം കൂടി നമ്മൾ ഉണ്ടാക്കിയെടുത്തുകൊണ്ട് ഇന്നത്തെ ഈ സെഷൻ 967ാമത്തെ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. പ്രകൃതിയെ കുറിച്ച് എനിക്ക് വളരെ ഭീകരമായിട്ട് അല്ലെങ്കിൽ വളരെ എന്താ പറയാ നല്ല പരത്തി പറയാനൊന്നും എനിക്ക് വലിയ കാഴ്ചപ്പാടുകളൊന്നുമില്ല. സാധാരണക്കാരനായ ഒരു കച്ചവടക്കാരനായത് കൊണ്ടാണ്. എങ്കിലും എന്റെ അറിവ് കൊണ്ട് ഉള്ള അറിവ് കൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. ഇന്നത്തെ ഈ സെഷൻ ഇവിടെ 967ാമത്തെ ദിവസം ഇവിടെ അവസാനിക്കാൻ വേണ്ടി പോവുകയാണ്. ഇൻഷാല്ല നാളെ നമുക്ക് വീണ്ടും കാണാം. ദ പ്രോഗ്രാം ഇൻ കണക്ഷൻ വിത്ത് 7 AM കോഫി ടോക്ക് ഈസ് ഹിയർ ബൈ അഡ്ജന്റ്. താങ്ക് യു ഓൾ. ബൈ, സി യു. ടാറ്റ. താങ്ക് യു ചെയർമാൻ. താങ്ക് യു. ഞാൻ 4 ചായ അടിക്കട്ടെ പോയിട്ട്. ഇനിങ്ങനെ അടിച്ചോളെ. ഇന്നത്തെ ചെയർമാൻ അടിപൊളിയായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു, നന്നായിട്ട് ചെയർ ചെയ്തു. അത് പറയാതിരിക്കാൻ പറ്റില്ല. ചെയർമാന്റെ അതായത് അതിന് പറയുന്ന ഒരു വാക്ക് ഒറ്റവാക്കി പറഞ്ഞാൽ തീരില്ല. അത് പോളിഷ്ഡ് ആയി എന്ന് പറയാം. കുറച്ചുകൂടെ നേരത്തെ ഉള്ളതിനേക്കാൾ നമ്മളെ ഒരു കല്ല് പുഴയിൽ കൂടെ ഒഴുകി പോകുമ്പോൾ നമ്മൾ പുഴയിൽ പോകുമ്പോ എന്ത് ചെയ്യും, ഓരോരോ കല്ലുകളായിട്ട് എടുത്ത് നോക്കില്ലേ. അപ്പം ചില കല്ലിന് നല്ല മെഴുക്കം കിട്ടില്ല, ചിലതിന് ഇതങ്ങ് നല്ല മെഴുക്കം കിട്ടി വരുന്നുണ്ട്. ഇപ്പൊ കിട്ടിയ കല്ല് എന്ന് പറയുന്നത് നന്നായിട്ട് പോളിഷ്ഡ് ആയി. ഇനി ഇത് നമ്മളെ സൈക്ലിംഗ് പോലെയും സ്വിമ്മിങ് പോലെയുമാണ്. എത്രത്തോളം ഇത് ചെയ്യുന്ന അനുസരിച്ച് പോളിഷ്ഡ് ആയി വരും. വളരെ നൈസ് ആയിരുന്നു ഉസ്മാൻജി, ഭയങ്കര ഭംഗിയായിരുന്നു, നന്നായിട്ട്. താങ്ക് യു. ആഗ്രഹമാണ്, ഒരുപാട് ആഗ്രഹമാണ്. മനോജ് ഇതൊക്കെ കണ്ട് പഠിക്കും നിങ്ങൾ. കണ്ട എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കേട്ടോ. കബീർദാസേ, ഹലോ കബീർദാസ് സാറേ, നമ്മള് കണ്ടതും നമ്മള് കേട്ടതുമല്ലാത്ത ഒരു ഉസ്മാനിലുണ്ട് എന്ന് മനസ്സിലാക്കിയ ഒരു ഷെയറിംഗ് ആയിരുന്നു. അതെ, തീർച്ചയായിട്ടും നമുക്കൊക്കെ വളരെ സന്തോഷമുണ്ട് അങ്ങനെ കാണുമ്പോഴേ. എന്തായാലും ഉസ്മാൻ ഇത്തരം കോർഡിനേഷൻസിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ നമ്മളൊക്കെ ജേഴ്സിയിൽ വന്നതുപോലെ വരികയാണെങ്കിൽ ഉസ്മാനെ നമുക്ക് പിടിച്ചാൽ കിട്ടില്ല എന്നില്ല. ഒരു ഇന്ത്യയിലെ അറിയപ്പെടുന്ന ഒരു മോട്ടിവേറ്റർ ആകും.
അതെ താങ്ക് യു. അത് ടിന്ന് ഏ, ഒരു ടിന്നിൽ വാങ്ങിച്ചു ഉ- വെച്ച് അങ്ങ് തിന്നുക മറ്റുള്ളവരെ ആ കാണിക്കാൻ അതെ വേണ്ടി. അതെ അതെ എന്താണ് ഉസ്മാൻ ഏ, വാക്കുകളെ കൊണ്ട് മായാജാലം തീർക്കല്ലേ ഉസ്മാൻജി, വാക്കുകളെ കൊണ്ട് മായാജാലം തീർക്കുകയാണ്. നന്നായി, കറക്റ്റ് നന്നായിട്ട് ചെയ്തു. ഓക്കെ. അതായത് ഒരു മനുഷ്യനെ ആഗ്രഹിക്കുകയാണ് നാലാളെ മുന്നിൽ സംസാരിക്കണം മടി കൂടാതെ എന്ന്. അത് നമുക്ക് അത് ആഗ്രഹമല്ല, ദാഹമായിരുന്നു. എങ്ങനെ? അപ്പൊ അതിനു വേണ്ടിയിട്ട് മടികളൊക്കെ മാറ്റി വെച്ചിട്ട് ഞാനും തയ്യാറാക്കല്ല. നമുക്ക് പ്രപഞ്ചം അതിന് കൂട്ടുനിൽക്കുന്ന പൗലോ കൊയ്ലോ പറഞ്ഞത് വെറുതെ ഒന്നുമല്ല. അതെ നമ്മളൊന്ന് അതെ പരിശ്രമിച്ചാൽ തീർച്ചയായിട്ടും. മതി. അതെ എന്താണോ ആഗ്രഹിച്ച കാര്യം നമുക്ക് നിറവേറ്റാൻ വേണ്ടിയിട്ട് നമ്മുടെ ചുറ്റുമുള്ളവര് കട്ടക്ക് നിൽക്കും. അതിലുള്ള ഇന്ന് കണ്ടാണ് കബീർദാസ്, ഇന്ന് കണ്ട പേരെടുത്ത് പറയേണ്ട ആവശ്യമില്ല. ഓരോ വ്യക്തികളും എന്നെ ഒരു സഹോദരനെ പോലെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതിലാണ് ഞാൻ വളരെ സന്തോഷം. പിന്നെ താങ്ക് യു എനിക്ക് എന്റെ താങ്ക് യു. ടൈം ഇതിൽ ഇൻവെസ്റ്റ് ഉ- ഉ- ചെയ്യുമ്പോ ഇതൊക്കെ തന്നെയല്ലേ ഉസ്മാൻജി ജീവിതം. ഏഹ് ഉസ്മാൻജി ഒരു ഉം. പൈലോ കൊയിലും നമുക്ക് വേണ്ട. നമ്മൾ ആര് ഇൻസ്പിരേറ്റ് ചെയ്യേണ്ടത് നമ്മൾ തന്നെയെന്ന് മനസ്സിലാക്കിയാൽ മതി. അതാ എന്റെ നമ്മൾ ഏറ്റവും വലിയ ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ ഇൻസ്പിരേറ്റ് ചെയ്യും. കേൾക്കൂ, നമ്മളെ ഇൻസ്പിരേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു പൈലോ കൊയിലും വേണ്ട, നമ്മൾ തന്നെയാണ് രാജാവ്. തീർച്ചയായിട്ടും. ഉം. അതായത് ഞാൻ എപ്പോഴും എന്റെ ഫാമിലിയിലൊക്കെ സംസാരിക്കുകയാണെങ്കിൽ പറയും, നമ്മൾ യൂസുഫലിനെ കുറിച്ച് പറയുന്നതിന് പകരം ഉസ്മാനെ കുറിച്ച് പറയേണ്ട സാഹചര്യമല്ലേ ഞാൻ ഉണ്ടാക്കേണ്ടത്. തീർച്ചയായിട്ടും ഞാൻ വെരി ഗുഡ്. അതെ. എന്നെ കുറിച്ചിട്ട് മറ്റുള്ളവരായിട്ട് സംസാരിപ്പിക്കാനുള്ള കഴിവുണ്ടാകുമ്പോഴല്ലേ നമ്മൾ അതിനു വേണ്ടിയിട്ട് അഹോരാത്രം കഷ്ടപ്പെടുള്ളൂ, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് തീർച്ചയായിട്ടും. പ്രയത്നിക്കുക. അപ്പൊ ഉം. ഓരോ വാക്കുകളും നമുക്ക് വിലപ്പെട്ടതാണ്. വാക്ക് എന്ന് പറയുന്നത് ദൈവത്തിന്റെ ആണല്ലോ അല്ലെ? കാലം ദൈവത്തിന്റെ എന്ന് പറഞ്ഞ പോലെ ദൈവമുള്ളവർക്ക് അല്ലാത്തവർക്ക് പ്രപഞ്ചത്തിന്റെ എന്ന് പറയാം. ഏതായാലും വളരെ സന്തോഷം. ഇന്ന് രാവിലെ തന്നെ സന്തോഷത്തിന്റെ മുഹൂർത്തങ്ങളാണ് പക്ഷേ ഇതിലുള്ള ഓരോരുത്തരും നി- സമ്മാനിച്ചത്. നിങ്ങളെ ഈ നടത്തത്തിൽ നിന്ന് ഓട്ടം പഠിപ്പിച്ചത് നമ്മുടെ കുന്നത്ത് മനോജ് സാറല്ലേ, നമ്മുടെ ഇവിടെ നിന്നുള്ള തീർച്ചയായിട്ടും നമ്മള് ഓരോ ആ ആ അദ്ദേഹത്തിന് ഓരോരുത്തരും നല്ലൊരു പങ്കുണ്ട് കേട്ടോ. അത് അദ്ദേഹത്തെ നിങ്ങൾ മറച്ചു വെക്കരുത്. പിന്നെ കുറച്ച് സാറിന് മഴനെ കുറിച്ച് പറയുന്നപ്പോ എങ്ങനെ ബ്രിട്ടീഷുകാർ ഇതിൽ കണക്ട് ചെയ്യുമോന്ന് ആലോചിച്ച് ഇത്തിരി വിഷമിച്ചു ഇല്ലേ? സാറേ ഞാൻ